യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ പ്രസംഗായോഗങ്ങളുടെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ശബ്ദപരിധിയിൽ ദൂരെയും ചാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ഈ കുടിവരവ് ആരംഭിച്ച സമയം തുടങ്ങി പരിശുദ്ധാത്മാവ് വിവിധ നിലയിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യാശയുള്ള പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രാണപ്രിയന്റെ വീണ്ടും വരവിനെ ഓർത്തുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും അതിൽ പ്രത്യാശ നിറഞ്ഞ് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. അനുഗ്രഹീതമായൊരു സാക്ഷ്യവും ഇതിനോടകം നാം പങ്കിടുവാനിടയായി തീർന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി വേളയിൽ നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവ് നമ്മെ അറിയിപ്പാനിടയായി തീരും. ഏവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ നാം പതിപ്പിക്കുമ്പോൾ ഭീതി നിറഞ്ഞ നാളുകൾ ലോകത്തിലെല്ലായിടവും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാം പാർക്കുന്ന ഈ രാജ്യം, ഇന്ത്യ എന്ന രാജ്യം വലിയ ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുമോ എന്നുള്ള ഭയത്തിൽ ഭരണകർത്താക്കളും പടയാളികളും അതുപോലെ ഇന്ത്യയുടെ ജനങ്ങളുമൊക്കെ ഒരുപോലെ ഭയവിഹുലരായി ജീവിക്കുന്ന ഒരു കാലത്താണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. അതിർത്തി പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ നന്മയും സമ്പത്തും വീടും എല്ലാം തന്നെ വിട്ടെറിഞ്ഞിട്ട് പ്രാണരക്ഷാർത്ഥം കിട്ടിയതുമായി ഓടിപ്പോകുന്ന കാഴ്ചകൾ പത്രദ്വാര നാം കേട്ടുകൊണ്ടേയിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ലോകരാജ്യങ്ങൾ എല്ലാം ഭീതിയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഈ അടുത്ത സമയത്ത് നേവിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്തിനും തയ്യാറായിരുന്നു കൊള്ളുക. പക്ഷേ അവരുടെ ചർച്ചാവേളയിൽ അവർ കണ്ടുപിടിച്ച ഒരു കാര്യം, ഒരു യുദ്ധം നേരിട്ടാൽ പാകിസ്ഥാനോ ഇന്ത്യക്കോ രണ്ട് രാജ്യങ്ങൾക്കും താങ്ങുവാൻ കഴിയുന്നതിന്റെ അപ്പുറമായിരിക്കും അടുത്തതായി ഉണ്ടാകുന്ന അവസ്ഥകൾ എന്ന്. ഒരു ഭാഗത്ത് നാം അവരെ അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു യുദ്ധം നമ്മുടെ മുൻപിലേക്ക് വന്നാൽ ഇരു രാജ്യങ്ങൾക്കും താങ്ങുവാൻ കഴിയാത്ത ഭീതിയുടെ നാളുകളായിരിക്കും വരുവാൻ പോകുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഭരണകർത്താക്കൾ വല്ലാതെ വ്യാകുലപ്പെടുന്നു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ തെളിവായി ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ഭയത്തോടുകൂടെ മുൻപോട്ട് ജീവിക്കുന്നു. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എല്ലാ നന്മകളും അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാനുണ്ടെങ്കിലും തെല്ല് സമാധാനമില്ലാതെ അല്പം പോലും സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയാത്തവരായി ലോകത്തിലെ മനുഷ്യ ജീവിതങ്ങൾ മുൻപോട്ട് ഉരുകിത്തീരുന്ന അവസ്ഥ നമ്മുടെ കൺമുമ്പാകെ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഇന്ന് പ്രശ്നങ്ങളാൽ നിറഞ്ഞൊരു ജീവിതമാണ്. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉയർന്നവനെന്നോ താണവനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ വ്യത്യാസമില്ലാതെ, ഒരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ ആത്മീയ ഗോളത്തിലും ഭൗതിക നിലവാരങ്ങളിലുമൊക്കെ മനുഷ്യരിന്ന് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്ന് നാം നോക്കുമ്പോൾ ഒന്നാമത്തെ കാരണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശത്രുവായ പിശാചിന് ഇനി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ ലോകത്തെയും കീഴടക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അവനറിയാം അല്പകാലങ്ങളെ അവന്റെ മുൻപാകെ ശേഷിക്കുന്നുള്ളൂ. ഈ യാഥാർത്ഥ്യത്തെ അറിഞ്ഞുകൊണ്ട് പിശാച് ലോകത്തെയും തന്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ബുദ്ധിയും ഉപായങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ശത്രുവായ സാത്താന്റെ വഞ്ചനാരൂപത്തിലുള്ള പ്രവൃത്തികളാണ്. മറ്റൊരു ഭാഗം നാം നോക്കുമ്പോൾ മനുഷ്യരെല്ലാവരും എല്ലാവരുടെ ജീവിതത്തെ നോക്കിയാലും ആരും ഇന്ന് തൃപ്തരല്ല. ഭക്ഷിപ്പാൻ ആഹാരമുണ്ട്, ധരിപ്പാൻ വസ്ത്രമുണ്ട്, പാർക്കുവാൻ ഭവനമുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തും വസ്തുവകകളും എല്ലാം ഉണ്ടെങ്കിലും
ഒന്നിലും ആരും തൃപ്തരല്ല. തൃപ്തിയില്ലാത്ത ജീവിതത്തോടുകൂടെ എന്തിനെയൊക്കെയോ വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയിൽ ഓടിപ്പോകുന്ന സമൂഹത്തെ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മനുഷ്യജീവിതത്തിന്റെ ഈ അന്വേഷണത്വരയുടെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും അമ്പെ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള ദയനീയ കാഴ്ച നമ്മുടെ ചുറ്റുപാടുകളിൽ മനുഷ്യജീവിതങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും, എവിടേക്ക് നാം തിരിഞ്ഞു നോക്കിയാലും എല്ലാം പിടിക്കുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ ഓടിപ്പോകുന്ന മനുഷ്യവർഗത്തെ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ അമിതമായ ആഗ്രഹം മനുഷ്യന്റെ ജീവിതത്തിൽ അഗാധമായ വിള്ളൽ, ഒരു വലിയ വീഴ്ചയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ മുൻപോട്ട് പോവുകയാണ്. ഇനി മറ്റൊരു നിലയിൽ നാം നോക്കുമ്പോൾ എല്ലാവരും പ്രശ്നങ്ങളാൽ നിറഞ്ഞവരാണെങ്കിലും ആരുടെയും പ്രശ്നങ്ങൾ ആരും കേൾപ്പാൻ തയ്യാറല്ല. ആധുനിക ലോകത്തിന്റെ ഒരു നഗ്നമായ ചിത്രമാണത്. ആരും ആരുടെയും വേദനകൾ അറിയുവാൻ താല്പര്യപ്പെടുന്നില്ല. ആരുടെയും ദുഃഖങ്ങൾ, ഒരാളുടെ ദുഃഖം മറ്റൊരാൾക്ക് വിഷയമല്ലാതായിരിക്കുന്ന ഒരു കാലം. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇത് അന്ത്യകാലം എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൂഷകന്മാരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരുമായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചു കളയുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് ആധുനിക മനുഷ്യന്റെ ജീവിതത്തിലും അല്ല, മറ്റൊരു നിലയിൽ ചിന്തിച്ചാൽ ആത്മീക ഗോളത്തിലും വ്യക്തമായി തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആർക്കും ആരുടെയും ഒരു പ്രശ്നങ്ങളെയും അറിയണ്ട. ഒരുവന് മറ്റൊരുവന്റെ വേദനകളെ അറിയുവാൻ താല്പര്യമില്ല. ഒരുവന്റെ സങ്കടം പറയുവാൻ തുടങ്ങിയാൽ അതിനേക്കാളും വലിയ സങ്കടത്തോടു കൂടിയാണ് ഇവിടെയുള്ളവർ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ കേൾക്കും? പഴയ ആളുകൾ പറയുന്നത് പോലെ ചെണ്ട പോയി മദ്ദളത്തോട് പരാതി പറയുന്ന പോലെ. ചെണ്ടയുടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഓരോ അടിയേ ഉള്ളൂ. മദ്ദളത്തിന്റെ അടുക്കൽ ചെന്നാൽ രണ്ട് കമ്പും കൊണ്ട് കൂട്ടിയടി നടക്കുകയാണ്. അപ്പോൾ ചെണ്ടക്കാരൻ മദ്ദളത്തിന്റെ അടുക്കൽ പരാതി പറഞ്ഞാൽ അവനേക്കാളും വേദനയോടുകൂടെ നിൽക്കുന്ന സമൂഹം. ലോകത്തിന്റെ കാഴ്ച ഇന്നിതാ. ആർക്കും ആരെയും കേൾപ്പാൻ ആഗ്രഹമില്ല. ഇനി ആഗ്രഹമില്ല എന്നല്ല, അതിനാരെ കൊണ്ടും സാധിക്കുന്നില്ല. ആർക്കും ആരെയും അറിയുവാനും താല്പര്യമില്ല. ഭാരങ്ങൾ കാണുവാൻ, വേദനകൾ കാണുവാൻ, സങ്കടങ്ങൾ കേൾക്കുവാൻ ഭൂമിയിൽ ആർക്കും താല്പര്യമില്ലാതെ ആരോരുമില്ലാത്തവരായി ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ജീവിതത്തിൽ വ്യക്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ ഈ രാത്രിയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് ഞാൻ അറിയുകയാണ്. എന്നാൽ ഈ ലോകത്തിലെ മനുഷ്യർക്കാർക്കും ആരുടെയും ഭാരങ്ങൾ കേൾപ്പാനും ആരെയും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും താല്പര്യമില്ലാതെ സ്വാർത്ഥരായി സ്വന്തം ഇഷ്ടത്തിൽ അവരവരുടെ ആഗ്രഹങ്ങൾക്ക്, അവരവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ചുവടുവെച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലുള്ള സകല മാനവജാതിയെയും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ നാളുകളിൽ ലോകത്തിൽ നിന്ന് മരണം വഴിയായി കടന്നുപോയ പരശതം കോടി ജനങ്ങളും ഇന്ന് ഭൂതലത്തിൽ പാർക്കുന്ന കോടാനുകോടി ജനങ്ങളെയും അവരുടെ ശരീരത്തിന്റെയും അവരുടെ മനസ്സിന്റെയും ആത്മാവിന്റെയും അവസ്ഥ ശരിയായ നിലയിൽ അറിയുന്ന ഒരുവനെ ഞാൻ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാൻ, നിങ്ങളുടെ മുൻപാകെ ഒന്ന് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, സർവശക്തനായ ദൈവവും തന്റെ പുത്രനായ യേശുവാണ്. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങൾ വേദനയോടും ഭാരത്തോടും ദുഃഖത്തോടും ഹൃദയം തകർന്ന അവസ്ഥയിൽ എന്നെ കാണുവാൻ ആരുമില്ല, എന്നെ കേൾപ്പാൻ ആരുമില്ല, എന്റെ അവസ്ഥകൾ അറിയുവാൻ ആരുമില്ല എന്നുള്ള വേദനയോടെ ഒരുപക്ഷെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ സഹോദരങ്ങളോ സഹോദരിമാരോ നമ്മെ അറിയാവുന്നവരോ ആരും എവിടെയും നമ്മെ കണ്ടവർ കാണാതെ മുഖം തിരിച്ച് മറഞ്ഞുപോയാൽ കാണുവാൻ കഴിയുന്നവരും കേൾക്കുവാൻ കഴിയുന്നവരും നമ്മുടെ മുൻപാകെ ആർക്കും അടച്ചു കളയാത്ത വാതിലുകൾ തുറന്നു തരുവാൻ കഴിവുള്ളവനുമായി യേശു നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്. ആ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരംഭം മുതലേ നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര ദൈവമക്കൾ ആ കർത്താവിന്റെ സാന്നിധ്യത്തെ അറിയുന്നുണ്ട്? എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന, എന്റെ അവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ദൈവപുത്രനായ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. അല്ല, എന്റെ സമീപത്തുണ്ടെന്ന് പറയുവാൻ, ഹൃദയപൂർവ്വം ഏറ്റു പറയുവാൻ കഴിവുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ആരംഭത്തിൽ ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച ഭക്തന്മാരെ, അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല. ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുകയില്ല. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഏവർക്കും നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം
അതിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ് ഇപ്പോൾ നാം ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായി വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നാം പഠിച്ചു നോക്കിയാൽ പുതിയ നിയമഭാഗത്ത് കാണപ്പെടുന്ന ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇതിന്റെ എഴുത്തുകാരൻ അപ്പോസ്തലനായ യോഹന്നാനാണ്. അപ്പോസ്തലനായ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. AD 95-ാം ആണ്ടിൽ ഡൊമീഷ്യൻ എന്ന റോമൻ കൈസറിനാൽ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ അവിടെയായിരുന്ന ആത്മവ്യവസ്ഥതയിൽ സ്വർഗീയമായ ദർശനങ്ങളെ പരിശുദ്ധാത്മാവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ദൈവത്തിന്റെ ആത്മാവിൽ പറഞ്ഞു കൊടുത്തതായ ദൂതുകളാണ് 2ഉം 3ഉം അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഏതാണ്ട് 55 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക കടലിടുക്കിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ദ്വീപ് സമൂഹമാണ് പത്മോസ് എന്ന് പറയുന്ന ആ ഭാഗം. ദൈവത്തിന് സ്തോത്രം. ഈജിയൻ കടലിന്റെ ഭാഗമായ ഇഗാരിയൻ കടലിടുക്കിന്റെ ഒരു ചെറിയ കോണിൽ കാണപ്പെടുന്ന ഏതാണ്ട് 12 കിലോമീറ്റർ നീളവും 9 കിലോമീറ്ററോളം വീതിയുമുള്ള ഇടുക്കവും പാറക്കെട്ടുകൾ നിറഞ്ഞതുമായ ഒരു ദ്വീപ് സമൂഹമാണ് പത്മോസ് എന്ന് പറയുന്നത്. ഇത് റോമൻ പ്രവിശ്യയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അക്കാലത്തെ റോമൻ ഭരണാധികാരികൾ ക്രൂരരായ കുറ്റവാളികളെ നാടുകടത്തുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക സ്ഥലമായിരുന്നു പത്മോസ് എന്ന് പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാനും അക്കാലത്ത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവ വചനവും നിമിത്തം ആ നാട്ടിലേക്ക് നാടുകടത്തപ്പെട്ടു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിന്റെ ഏകാന്തതയിൽ വലിച്ചെറിയപ്പെടുമ്പോൾ വയോധികനായിരുന്നു. 90-ലധികം പ്രായമുള്ള യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് വലിച്ചെറിയുമ്പോൾ തന്റെ ശാരീരികമായ സ്ഥിതി വളരെ ബലഹീനമായിരുന്നു. വാക്കുകൾ കൊണ്ട് ആശ്വാസം പറയുവാൻ അവിടെ ഒരുപക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. താൻ അവിടെ ചെല്ലുമ്പോൾ തനിക്ക് മുൻപായി നാടുകടത്തപ്പെട്ട അനേക കുറ്റവാളികളും മരിച്ചു കിടക്കുന്ന മൃതശരീരങ്ങൾ കൊത്തിവലിക്കുന്ന കഴുകന്മാരുടെ ചിറകടിച്ചുയരുന്ന ശബ്ദങ്ങളും അതുപോലെ പാറക്കെട്ടിൽ തല്ലിച്ചിതർന്ന തിരമാലകളുടെ ഹുങ്കാര ശബ്ദവും എല്ലാം കൂടെ നോക്കിയാൽ ഭീതിയുടെ അന്തരീക്ഷം മാത്രം 4 ചുറ്റുപാടുകളിലും നിറഞ്ഞു നിൽക്കുന്ന അപ്പോസ്തലന്റെ മുൻപാകെ യേശു തമ്പുരാൻ തേജസ്കരിക്കപ്പെട്ടവനായി പ്രത്യക്ഷപ്പെടുവാനിടയായി ആ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവജനത്തോട് ഞാനൊരു യാഥാർത്ഥ്യം ഓർപ്പിക്കട്ടെ. ലോകം മുഴുവൻ നമ്മെ തള്ളിക്കളയുമ്പോൾ ഒരുപക്ഷെ ഭരണകൂടമാകട്ടെ, സ്വന്തം വീട്ടിലുള്ളവരാകട്ടെ, നമ്മുടെ സമുദായമാകട്ടെ, നമ്മുടെ സമൂഹമാകട്ടെ, അമ്മയപ്പന്മാരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആരും എവിടെയും നമ്മെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളഞ്ഞവരുടെ അനുവാദം കൂടാതെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു. ഇന്ന് രാത്രി വേളയിലും ആ കർത്താവ് തകർന്നും ഉടഞ്ഞുമിരിക്കുന്ന ഹൃദയത്തിനുടമകളായിരിക്കുന്നവരുടെ അടുക്കലേക്ക് നിൽക്കുകയാണ്. നിന്റെ അവസ്ഥ അറിയുന്നവൻ, നിന്റെ വേദനകളെ അറിയുന്നവൻ, വ്യാകുലതകളെ അറിയുന്നവൻ, എത്ര ഭീതികരമായ അവസ്ഥയാണെങ്കിലും ആരും സഹായിപ്പാനില്ലെങ്കിലും സഹായത്തിന്റെ ഹസ്തം അവിടേക്ക് നീട്ടിയെറിഞ്ഞു തരുവാൻ കഴിവുള്ള ദൈവപുത്രൻ നമ്മുടെ മധ്യേ നിലകൊള്ളുകയാണ്. ആകയാൽ ഇന്ന് രാത്രി ദൈവസന്നിധി ഇരിക്കുന്ന ദൈവജനം ആ സത്യം ഉൾക്കൊണ്ട് ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് വേണം ദൈവസന്നിധി ഇരിപ്പാൻ എന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് എഴുതുന്ന ദൂതുകളാണ് 2-3 അധ്യായങ്ങൾ. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട പ്രത്യക്ഷത യോഹന്നാന്റെ മുൻപിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. 2-3 അധ്യായങ്ങൾ നാം നോക്കുമ്പോൾ ചിറ്റാർസിയിലുള്ള എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് ഉള്ള ദൂതുകൾ പരിശുദ്ധാത്മാവ് എഴുതി ദൈവത്തിന് സ്തോത്രം യോഹന്നാൻ നിമിത്തമായി സഭകൾക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഫിലദൽഫിയ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്: ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക,
ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്? വിശുദ്ധനും സത്യവാനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു ഭാഗം നാം അവിടെ വായിച്ചു കേൾക്കുകയുണ്ടായി. ഒരിക്കൽ കൂടെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ചെറിയൊരു വേദഭാഗമാണെങ്കിൽ ഇതെല്ലാം ചിന്തിച്ചു പോകുവാൻ സമയമില്ല. അതിന്റെ അവസാന ഭാഗം മാത്രം ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ 2 ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ ചിന്തിപ്പാൻ്റെ വണ്ണം കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എന്താണ് നാം അവിടെ വായിച്ചു കേട്ടത്? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമായവൻ എഴുതുന്നത് അല്ലെങ്കിൽ അരുളി ചെയ്യുന്നത്. എന്താണ് അവന്റെ പ്രത്യേകത? അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഇനി അവൻ തുറന്നാലോ ആർക്കും അത് അടപ്പാനും സാധ്യമല്ല. ലോകത്തിൽ ഇന്ന് വരെയുള്ള ചരിത്രം, ഇന്നേക്കൽ മനുഷ്യ ചരിത്രം നാം പഠിച്ചു നോക്കിയാൽ വേദപുസ്തക കണക്കനുസരിച്ച് ഏതാണ്ട് 6000-ഓളം വർഷങ്ങളായി. 6000 വർഷത്തെ ഭൂമിയിലെ മനുഷ്യവാസത്തെ കുറിച്ച് പഠിച്ചാൽ ഇന്ന് വരെ ഇങ്ങനൊരു സംവിധാനം ആർക്കും കണ്ടുപിടിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വലിയ വലിയ പൂട്ടുകൾ, താഴുകൾ, അതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയ വലിയ വിദഗ്ധരായ ആളുകളെ കാണാം. എന്നാൽ ഏത് പൂട്ടും പൊളിക്കുവാൻ കഴിവുള്ള അതിവിദഗ്ധന്മാരായ കള്ളന്മാരും നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം എല്ലാം ജീവിക്കുന്നത് ഒരു ഈ വേൾഡിലാണല്ലോ. ദൈവത്തിന് സ്തോത്രം. കമ്പ്യൂട്ടറൈസേഷൻ ഇന്ന് സാർവത്രികമായിരിക്കുന്ന ഒരു കാലം. എവിടെ നോക്കിയാലും മനുഷ്യന്റെ രേഖകളെല്ലാം കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ, സെർവറിനുള്ളിൽ സ്റ്റോർ ചെയ്യുവാൻ, അത് പാസ്വേഡ് ഉപയോഗിച്ച് സംരക്ഷിപ്പാനും കഴിയുന്ന ഒരു കാലം. എന്നാൽ എത്ര വലിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാലും അതിന്റെ വ്യാജനെ കണ്ടുപിടിക്കുവാൻ കേവലം ദിവസങ്ങൾ മാത്രം മതി. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനുമുള്ള സംവിധാനം ഉലകത്തിൽ ഇന്ന് വരെ ആർക്കും കണ്ടുപിടിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ആധുനിക സയൻസിനെ അത്ഭുതപ്പെടുത്തി വെല്ലുന്നതായ ഒരത്ഭുത പ്രതിഭാസമായി യേശുവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. ഇന്ന് രാത്രി വേളയിൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിവുള്ള ദൈവപുത്രനായ യേശുവിനെ കുറിച്ച്, അല്ലെങ്കിൽ അവൻ ആ ദൈവത്തെ കുറിച്ച്, ദൈവം എന്താണ് നമ്മുടെ മുൻപാകെ തുറക്കുന്നത്, അത് തന്നെ ഒരു വലിയ വിഷയമാണ്. എന്നാൽ ചുരുക്കമായി ചില വിഷയങ്ങൾ മാത്രം ദൈവവചനത്തിലൂടെ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്താണ് അവൻ തുറക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രാരംഭമായി മനുഷ്യ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ലോകത്തിലെ സകല മനുഷ്യർക്കും ഇന്ന് അവരുടെ ഭാരങ്ങൾ കേൾക്കുവാൻ, അവരുടെ വേദനകൾ പറയുവാൻ, പങ്കിടുവാൻ ഒരാളില്ല എന്നുള്ള അവസ്ഥയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം, നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ, എല്ലാ മനുഷ്യന്റെയും വേദനകൾ അറിയുവാൻ തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി ചിലത് തുറക്കുന്നവൻ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. 34-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കൊണ്ടുവരാം. 34-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, അടുത്തത് അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഇന്ന് രാത്രി വേളയിൽ നിലവിളി കേൾക്കുവാൻ തുറന്ന ചെവിയോടുകൂടി, നിലവിളി കേൾക്കുവാൻ മനസ്സുള്ളവനായി ദൈവപുത്രനായ യേശു നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. വേദനപ്പെട്ട് വ്യാകുലപ്പെട്ട് നിലവിളിക്കുന്ന ജീവിതങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞവരെ സഹായിപ്പാൻ കഴിവുള്ളവനായി ഇന്ന് രാത്രി വേളയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്നത്തെ ആധുനിക ആത്മീക ലോകത്തെക്കുറിച്ച് നോക്കിയാൽ, പെന്തക്കോസ് ലോകത്തെക്കുറിച്ച് നാം നോക്കി പഠിച്ചാൽ, പെന്തക്കോസ് സമൂഹത്തിൽ നിന്ന് അതിന്റെ മുഖമുദ്രയായിരുന്ന ഒരവസ്ഥ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, ആരംഭകാലത്തെ പെന്തക്കോസ് അനുഭവങ്ങളെ നോക്കിയാൽ പ്രാർത്ഥനയും നിലവിളിയും ഈ പെന്തക്കോസ് അനുഭവങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി. എന്നാൽ ആധുനിക കാലത്തോ ഇത് രണ്ടും സഭകളെ വിട്ടുപോയി. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തെ ചേർത്ത് ഞാൻ പറയുകയാണ്, ആധുനിക ലോകത്ത് നഷ്ടപ്പെട്ടു പോയതും മൂല്യച്യുതി സംഭവിച്ചതുമായ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥനയും നിലവിളിയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ ഇന്നും പ്രാർത്ഥിക്കുകയും കരയുകയും അവിടെ ഇവിടങ്ങളിലായി രാപ്പകൽ ഭേദമന്യേ അലറി വിളിച്ച് കലയുന്ന അനേക ഭക്തന്മാർ ഈ ഭാരതത്തിന്റെ തെക്കേ അറ്റം തുടങ്ങി വടക്കേ അറ്റം വരെ അവിടെ ഇവിടങ്ങളിലായി കോണുകളിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഭാരതം ഇത്ര സുരക്ഷിതത്വത്തിൽ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ.
പെന്തിക്കോസ്ത് സമൂഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം ഇതാണ്. ആധ്യാത്മിക മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു, പണമുണ്ടായി, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായി, സമ്പത്തിനൊരു കുറവുമില്ല, പേരും പ്രശസ്തിയുമായി സഭയിൽ ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടി വരുന്നു. ഇന്ന് സഭകൾ എന്ന് പറഞ്ഞാൽ ആളിന്റെ എണ്ണം നോക്കിയാ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ആളുകൾ പൊതുവെ ചോദിക്കുന്ന 2 ചോദ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര വിശ്വാസികളുണ്ട്? ഒന്നാമത്തെ ചോദ്യം. അടുത്തത് കൂട്ടുവേലക്കാർ എത്ര പേരുണ്ട്? ഇവരുടെ ഒക്കെ വലിപ്പവും അളവും ഒക്കെ നോക്കിയാണ് സഭയുടെ ആ മൂല്യം നിശ്ചയിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ 2 കാര്യങ്ങളും അല്ല സഭയുടെ വലിപ്പം എന്ന് പറയുന്നത്. വേലക്കാരുടെ എണ്ണത്തിന്റെ വർധനവോ അല്ല, സഭാജനങ്ങളുടെ എണ്ണത്തിന്റെ വർധനവോ അല്ല. പെന്തിക്കോസ്ത് ലോകവും ഇന്ന് അങ്ങനെയൊക്കെ ദുരഭിമാനികളായി മാറുകയാണ്. ഒരു കാലത്ത് ദൈവത്തിന് സ്തോത്രം, നാമധേയ സാമുദായിക സംഘടനകളെ നാം അതൊക്കെ പറയുമായിരുന്നു, ആളിന്റെ പെരുപ്പം പറയുന്നു. എന്നാൽ ഇന്നത്തെ പെന്തിക്കോസ്ത് ലോകത്തിലും കാണുന്നത്, ഞങ്ങളുടെ സഭയിൽ ഇത്ര ആളുകളുണ്ട്, ഞങ്ങളുടെ സഭയിൽ ഇത്ര കുടുംബങ്ങളുണ്ട്, കുടുംബങ്ങളിൽ എത്ര പേര് ഗൾഫിലാണ്, ഇത്ര പേർ UK-യിലാണ്. പ്രിയമുള്ളവരെ, അതൊക്കെ വെറും മെറ്റീരിയൽസ് ബ്ലെസ്സിങ് മാത്രം, ഭൗതിക നന്മകൾ മാത്രം. അതൊന്നും കൊണ്ട് ദൈവസഭയുടെ വലിപ്പം, അതിന്റെ ആഴമളക്കുവാൻ സാധ്യമല്ല. എന്താണ് ദൈവസഭ? എന്താണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ? എന്താണ് പെന്തിക്കോസ്തിന്റെ അനുഭവം? എത്ര പേര് പറയുന്നുണ്ട്, ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്, ഞങ്ങളുടെ സഭയിൽ കണ്ണുനീരൊഴുക്കുന്ന ദൈവമക്കളുണ്ട്? എത്ര പേർക്കത് പറയുവാൻ? ഇന്ന് അങ്ങനെയുള്ള ലിസ്റ്റ് ഒന്നുമില്ല. ആളിന്റെ എണ്ണം വലിയ പെരുപ്പം പറയുന്നു, ഇത്ര എണ്ണം ഉണ്ടെന്നൊക്കെ പറയുക. അതുകൊണ്ട് എന്താ കാര്യം? പ്രിയമുള്ളവരെ, പെന്തിക്കോസ്ത് അനുഭവത്തിന്റെ മുഖമുദ്ര ഒരു കാലത്ത് കണ്ണുനീരും പ്രാർത്ഥനയുമായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? എല്ലാ വീടുകളിലും പ്രശ്നങ്ങളാണ്, ആർക്കും സ്വസ്ഥതയില്ല, എവിടെയും സമാധാനമില്ല, ഒരിടത്തും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒരനുഭവം. പാസ്റ്റർ TG വർഗീസ് എന്ന് പറയുന്ന ഒരു പഴയ അപ്പച്ചനുണ്ടായിരുന്നു. നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹം താൻ നല്ല രസികനായ ഫലിതമൊക്കെ പറയുന്ന ഒരു പാസ്റ്റപ്പച്ചനായിരുന്നു. അദ്ദേഹം ഒരിക്കല് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു വിശ്വാസി വലിയ ഭാരവും പ്രയാസവും ഒക്കെ ആയിട്ട് ഓടി വിശ്വാസ വീട്ടിലേക്ക് വന്നു. വേദന പറയുവാൻ, സങ്കടം പറയുവാൻ, സമാധാനമില്ലാതെ ഓടി വന്നപ്പോൾ പാസ്റ്റർ TG വർഗീസ് അപ്പച്ചൻ പറഞ്ഞ അതേ ഭാഷ ഞാൻ ഉപയോഗിക്കുകയാ. പറയാൻ വന്ന ആളിന്റെ സമാധാനം മൊത്തം പോയിരിക്കുകയാ. അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച വന്നാൽ സമാധാനം തരാമെന്ന് പറഞ്ഞു പോലും. അപ്പോൾ കുത്തിയിരുന്ന് വേദപുസ്തകത്തിൽ നോക്കി സമാധാനത്തിന്റെ ഒത്തുവാക്യം എല്ലാം കണ്ടുപിടിച്ച് മർക്കോസിൽ 7 സമാധാനം, ലൂക്കോസിൽ 9 സമാധാനം, യെശയ്യാവിൽ 13 സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഞങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്ക് ഇരുന്നോട്ട്. ഇന്ന് മനുഷ്യന്റെ ഒരിടത്തും ഒരാളുടെയും ജീവിതത്തിൽ സമാധാനമില്ലാതെ ഓടിപ്പോവുകയാണ്. വ്യാകുലപ്പെട്ട മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. നിലവിളി പോയി, പ്രാർത്ഥനാ ജീവിതം പോയി, ദൈവാശ്രയം നഷ്ടപ്പെട്ടു. സമ്പത്തുകളുടെ ആധിക്യത്തില്, ഭൗതിക നന്മകളുടെ ഉയർച്ചയിൽ മതിമറന്ന് എവിടെയൊക്കെ പോയി മുൻപോട്ട് പോകുന്ന അവസ്ഥ. എന്നോട് ആരും ഭാരപ്പെടരുത്, ആരും വേദനിക്കില്ല പ്രിയരെ. പെന്തിക്കോസ്ത് ലോകത്തിന്റെ ചിത്രം ഞാനൊന്ന് പറഞ്ഞതാ. നാം ആരും അതിൽ പ്രശംസിക്കുന്നവരും അതിൽ പുകഴുന്നവരുമാകരുത്. ആരംഭകാലത്തേക്ക് നാം മടങ്ങിപ്പോയേ മതിയാകൂ. ആരംഭ അവസ്ഥയിലേക്ക് നാം പോയില്ല എങ്കിൽ നമ്മുടെ സമ്പത്ത് ദൈവം എടുത്തു കളയും, നമ്മുടെ പേരും പ്രശസ്തിയും തമ്പുരാൻ എടുത്തു കളയും. ഓരോ ഭാഗങ്ങൾ അവിടങ്ങളിലായി തമ്പുരാൻ ആ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. പണത്തിൽ അഹങ്കരിക്കരുത്, നമ്മുടെ പേരിലും പ്രശസ്തിയിലും നാം ഉയരരുത്. എല്ലാം തന്ന ദൈവത്തിൽ പ്രശംസിച്ചു കൊള്ളണം. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്നുള്ള ഏറ്റുപറച്ചിലോടുകൂടെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞുകൊള്ളണം. ആ യോശുവയെ പോലെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്ന ഭക്തന്മാർ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഈ നാടുകളിൽ സഭകൾ എഴുന്നേൽക്കട്ടെ. അതാണ് സഭയുടെ വിജയം, ദൈവസഭകളുടെ വിജയം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി വേളയിൽ മനസ്സുരുകി നിലവിളിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഒരുപക്ഷെ പുതിയ ആത്മാക്കളായി ചുറ്റുപാട് പരിസര പ്രദേശത്ത് നിന്ന് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നഷ്ടങ്ങളും താഴ്ചകളും പ്രശ്നങ്ങളുമായി അലമുറയിട്ട് നിലവിളി കേൾപ്പാൻ ആരുമില്ലാതെ ആരെന്നെ കാണും, ആരെന്നെ ഉൾക്കൊള്ളും, ഈ ചോദ്യത്തോടു കൂടെ മുൻപോട്ട് പോകുന്ന ജീവിതമേ, ഈ രാത്രിയിൽ നിന്റെ നിലവിളി കേൾപ്പാൻ ലോകത്തിൽ ആരുമില്ല എങ്കിലും യേശുവിന്റെ കാത് തുറന്നിരിക്കുകയാ. നിലവിളിച്ച് നിന്റെ കർത്താവിനോടൊന്ന് പറയാമോ? യേശുവിനോടൊന്ന് പറയാമോ? കർത്താവേ, എന്റെ ഭാരം ഇതാ, എന്റെ വേദന ഇതാണെന്ന് പറയാമെങ്കിൽ കർത്താവ് നിന്റെ ഭാരത്തെ അറിഞ്ഞ് നിന്നെ സഹായിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്താണ് നിന്റെ ഭാരം? എന്താണ് നിന്റെ വേദന? കഷ്ടതയാണോ? അതോ നീ ഞെരുക്കത്തിലൂടെയാണോ പോകുന്നത്? നിലവിളിക്കുവാൻ ദൈവവചനം നമ്മോട് പറയുക. 107 സങ്കീർത്തനത്തിന്റെ 6 വാക്യം നമുക്കൊന്ന് വായിക്കാം. 107 സങ്കീർത്തനം 6 വാക്യം വായിച്ചാട്ടെ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു.
അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവൻ അവരെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കളെ, മറ്റൊരു മാർഗത്തിന് നാം പോയിട്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് നമ്മുടെ മുൻപിലുള്ള ഏക മാർഗം ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുക, കരയുക, നിലവിളിക്കുക എന്നുള്ളതാ. ഈ അവസാന കാലയളവിൽ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിയെത്തിയിരിക്കുന്ന ഈ കാലത്ത് ദൈവമക്കളുടെ ഇടയിൽ ഒരു നിലവിളിയുടെ അനുഭവം ഉണ്ടാകണം. ദൈവസഭകളിൽ ഒരു നിലവിളിയുടെ കണ്ണുനീരിന്റെ അവസ്ഥ ഉണ്ടാകണം. സഭകൾക്ക് വിടുതൽ ഉണ്ടാകും. അതുപോലെ തന്നെ നാം ആയിരിക്കുന്ന നമ്മുടെ ദേശത്തുള്ള മനുഷ്യർക്കും ദൈവം വിടുതലിനെ കൊടുക്കുവാനിടയായി തീരും. അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. എന്താണ് ഫലമുണ്ടായത്? ഞെരുക്കത്തിൽ ദൈവം വിടുവിച്ചു. ഇന്ന് കടന്നു പോകുന്ന സകല ഞെരുക്കങ്ങളും, നിന്നെ ശത്രുവായ സാത്താൻ ഞെരുക്കുന്ന അവസ്ഥകളുണ്ടോ? അതൊരു പക്ഷേ സാമ്പത്തികമായിരിക്കാം, ഇല്ലെങ്കിൽ ആത്മീക വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ശരീരത്തെ ഞെരുക്കുന്ന അവസ്ഥയാണോ? അല്ലെങ്കിൽ നിന്റെ മനസ്സിനെ ഞെരുക്കി മുൻപോട്ട് പോകുവാൻ ഒരു വിധത്തിലും കഴിയാതെ ഞെരുക്കമുള്ളവരായി കടന്നു പോവുകയാണോ? ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് ചേർന്ന് പറയുക, കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കട്ടെ, ദൈവം അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കൂ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തോട് കരയുവാനിടയായി തീരണം. എല്ലാവരും കരയണം, ദൈവസന്നിധിയിൽ നിലവിളിക്കണം. പ്രാർത്ഥിക്കുകയല്ല, നിലവിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുവാനിടയായി തീരണം. യേശു തമ്പുരാൻ കാൽവറിയിലേക്ക് പോകുമ്പോൾ ഒരുപറ്റം സ്ത്രീകൾ യേശുവിന്റെ കഷ്ടാനുഭവവും അവന്റെ വേദനയും ഒക്കെ കണ്ട് യേശുവിനെ പിൻപറ്റി കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്ക് അങ്ങനെ പെട്ടെന്ന് കരച്ചിൽ വരൂ. എന്തെങ്കിലും കാര്യം കണ്ട അവർ പെട്ടെന്ന് കരയും. കാരണം കരഞ്ഞാൽ കാര്യം നടക്കുമെന്ന് അവർക്കും കുറെയൊക്കെ അറിയാം. യേശുവിന്റെ കഷ്ടാനുഭവം കണ്ടപ്പോൾ സഹോദരന്മാരൊന്നും അവിടെ പറയുന്നില്ല. ഒരുപറ്റം സഹോദരിമാർ യേശുവിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് പോയപ്പോൾ യേശു അവരെ തിരിഞ്ഞു നോക്കി. ഇവരുടെ ദാരുണമായി ഈ അലമുറയും കരച്ചിലും ഒക്കെ കണ്ടിട്ട് സാരമില്ല, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സങ്കടമൊക്കെ മാറ്റാമെന്നല്ല പറഞ്ഞത്. യെരൂശലേം പുത്രിമാരായ സഹോദരിമാരെ, നിങ്ങൾ എന്റെ മാർഗത്തെ, എന്റെ നാമത്തെ ചൊല്ലി കരയുന്ന കരച്ചിൽ നിർത്തിയിട്ട് ഒന്നാമത് നിന്നെ ഓർത്ത് കരയണം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ വന്ന അനാത്മികത ഓർത്ത്, കർത്താവിനെ വിട്ടുകളഞ്ഞ സന്ദർഭങ്ങൾ, അവസ്ഥകൾ ഓർത്ത് ഒന്നാമത് നിന്നെ ഓർത്തു, നിന്റെ തലമുറകളെ ഓർത്തും കരയണം. ഞാൻ ചോദിക്കട്ടെ, ഈശോ മശിഹ ക്രൂശിലേക്ക്, കാൽവറിയിലേക്ക് പോകുമ്പോൾ അനുഗമിച്ച് കരഞ്ഞുകൊണ്ട് പോയ ഒരു പറ്റം സ്ത്രീകളോട് യേശു പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീനെന്ന. എത്ര മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് മക്കളെ ഓർത്ത് കരയുവാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. അവരുടെ പ്രൊജക്ട്, അവരുടെ അസൈൻമെന്റ്, വലിയ വലിയ കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക, അവർക്കൊരു നല്ല പ്ലേസ്മെന്റ് ഉണ്ടാക്കുക, ഈ ആഗ്രഹത്തിൽ നെട്ടോട്ടമോടുക. ഓടിക്കോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ അവസാനം അവര് വെള്ളം തരികയില്ല. വെള്ളം കിട്ടാതെ നമ്മൾ അന്ത്യശ്വാസം വലിക്കേണ്ടി വരും. ഇന്ന് എത്രയിടത്ത് നമ്മൾ കണ്ടിരിക്കുന്നു. എല്ലായിടത്തെയും ഈ അടുത്ത സമയത്ത് ഒരു പിതാവ് ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛാ 3 മക്കളുണ്ട്, 2 പേര് ഗൾഫിലും ഒരാൾ ഇംഗ്ലണ്ടിലുമാണ്, പക്ഷെ 1 രൂപ പോലും അവന്മാർ എനിക്ക് അയച്ചു തരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു, അച്ഛാ ആരോഗ്യമുള്ള സമയത്ത് എത്ര നേരം പ്രാർത്ഥിച്ചു? അന്നിതൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു, സഹിച്ചോളാൻ പറഞ്ഞു. അല്ല വേറെന്താ പറയാം, വേറെ മാർഗമില്ല പറയാ. അന്ന് കരഞ്ഞില്ല, ഇപ്പൊ അനുദപിക്കുകയാ. മക്കള് വെള്ളം തരുന്നില്ല. വളരെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. തലമുറകൾ ബുദ്ധിശാലികളാ. വളർന്നു വരുന്ന തലമുറകൾ വളരെ ബുദ്ധിമാന്മാരാ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലൊരു പിതാവ്, വലിയ ധനികൻ, സമ്പന്നനായ പിതാവ് തന്റെ മക്കൾക്ക് ഭാഗ ഉടമ്പടി പത്രം എല്ലാം എഴുതി വെച്ചു. എല്ലാം ഓരോരുത്തരുടെയും ഓരോ മക്കളുടെ പേരിൽ അങ്ങോട്ട് എഴുതി കൊടുത്തിട്ട് ഇവരുടെ ജീവകാലത്തിന് ശേഷം ഒരു പങ്ക് മക്കൾക്കുണ്ട് എന്ന് പറയും. അതുവരെ ഇവർക്ക് അനുഭവിപ്പാൻ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, മേലാദായം മുഴുവൻ അപ്പന്, കീഴാദായം മൊത്തം മക്കൾക്ക്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ മേലാദായ തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങ, പ്ലാവയിൽ നിൽക്കുന്ന ചക്ക, മാവയിൽ നിൽക്കുന്ന മാങ്ങ, ഇതെല്ലാം മേലാദായം. അതെല്ലാം അപ്പനും അമ്മയ്ക്കുമാ. കീഴാദായം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മൂട്ടിലിരിക്കുന്ന ചേന, കാച്ചില്, കപ്പ, അതൊക്കെ മക്കൾക്കുള്ളതാ. അപ്പോ തേങ്ങ വെട്ടുന്ന സമയമായി. 150 തെങ്ങുണ്ട്. മൂത്ത മോൻ തെങ്ങേ കയറുന്ന ഒരാളെ കൊണ്ടൊന്ന് വെട്ടിയിട്ടപ്പോൾ 10,500 തേങ്ങ. അവനൊരു ആപ്പയും വിളിച്ചുകൊണ്ട് വന്ന് 1000 തേങ്ങ കയറ്റിക്കൊണ്ടങ്ങ് പോയി. അപ്പൊ അപ്പം പറഞ്ഞ, അപ്പ എനിക്കുള്ളതാണ്, മേലാദായം മൊത്തം ഞങ്ങൾക്കുള്ളതാ. അപ്പൊ മോൻ എന്താ പറഞ്ഞെന്നറിയോ? മേലാദായം മേളിൽ നിൽക്കുമ്പോ അപ്പന്, ഇത് കീഴെ വന്ന പിന്നെ കീഴാദായം അത് ഞങ്ങൾക്കുള്ളതാ. ഇത്ര ബുദ്ധിയുള്ള തലമുറകളാ വളർന്നു വരുന്നത്. സൂക്ഷിച്ചോണം കേട്ടോ. പിള്ളേർക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം.
അവർക്ക് വേണ്ടി SBTയിൽ 50 ലക്ഷം ഉണ്ടാക്കിയിട്ടിട്ട് ഒരു പ്രയോജനമില്ല. കുത്തിയിരുന്ന് കരഞ്ഞോണം, രാക്കാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞുകൊള്ളണം. ഞാൻ പറയട്ടെ, ഈ നാളുകളിൽ ദൈവാത്മാവ് എന്നോട് ശക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിലവിളിക്കണം, കരയണം. അത് മാത്രമാണ് ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വചനം, ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കണം, കരയണം. ഇത് മാത്രമാണ് പറയുന്നത്. ദൈവമക്കളെ, കരയേണ്ട സമയം, നിലവിളിക്കേണ്ട സമയമാ. വേദനപ്പെട്ട് നിലവിളിച്ചാൽ നിലവിളി കേൾക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുകയാ. അത് അടയ്ക്കുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല. നമ്മുടെ ചില ആളുകൾ കണ്ടിട്ടില്ലേ, ശബ്ദം കൂടുതലാണെങ്കിൽ ചെവിക്കകത്ത് പഞ്ഞി കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ചെവി അടയ്ക്കാൻ അവരെ കൊണ്ട് പറ്റൂ. എന്നാൽ ഈശോയുടെ ചെവി അടയ്ക്കാൻ ഭൂമിയിൽ ഒരു കോട്ടനും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആരെ കൊണ്ട് സാധ്യവുമല്ല. ഒരു സൗണ്ട് പ്രൂഫ് അവിടെ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. ഭൂതലത്തിൽ ഇരുന്ന് നിലവിളിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ നിലവിളി പോലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കാതുകളിൽ എത്തുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവവചനം പറയുന്നു, ഞെരുക്കത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, നിന്റെ കഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവവചനം പറയുന്നു, നീ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കണം. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളാണ്. ഒന്നും പരിഹരിപ്പാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല. എന്നാൽ അതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കിയാൽ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ചിലർക്ക് മാനസിക സംഘർഷങ്ങൾ, ചിലർക്ക് ശാരീരികമായ കഷ്ടങ്ങൾ. ഒരിക്കലൊരു മനുഷ്യന് ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ അടുക്കൽ പോയി. എന്താ കാര്യം എന്നറിയാമോ? ഇദ്ദേഹത്തിന് സ്വസ്ഥതയില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ സ്വസ്ഥതയില്ലാതെ ഓടുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ രാത്രിയിൽ ഉറക്കമില്ല. പണമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നില്ല. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സാർ, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഒരാൾ കിടക്കുന്നതായിട്ട് അങ്ങ് തോന്നുകയാണ്. ചിലരുടെയൊക്കെ തോന്നൽ ഇങ്ങനെയൊക്കെയാ, ദൈവദൂതന്മാർ അവിടെ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല, കട്ടിലിന് അടിയിൽ ആരോ ഉണ്ടെന്നുള്ള തോന്നല്. ചാടി എഴുന്നേറ്റ് ഒന്ന് നോക്കൂ, പിന്നെയും കയറി കിടക്കൂ, പിന്നെയും ഒന്ന് നോക്കൂ, പിന്നെ കയറി കിട. സ്വസ്ഥത എന്ന് പറയുന്നത് ജീവിതത്തിലില്ല. അങ്ങനെ മുൻപോട്ട് ഓടുക. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇന്ന് മുതൽ കട്ടിലിൻ്റെ അടിയിൽ കയറി കിടന്നോളാൻ പറഞ്ഞു. എന്നാൽ ശരി എന്ന് സംബന്ധിച്ച് ഇയാൾ രാത്രി പോയി കട്ടിലിൻ്റെ അടിയിൽ കിടന്നു. പ്രശ്നം അവിടെ കൊണ്ടും തീരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഞാൻ കട്ടിലിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ കട്ടിലിന് മുകളിൽ ഒരാൾ കിടക്കുന്നതായിട്ട് തോന്നുകയാണ്. പ്രശ്നം എവിടെ പോയി നിൽക്കുമെന്ന് നോക്കണേ, ആകെപ്പാടെ ബുദ്ധിമുട്ട്. വീണ്ടും വന്നപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചില മരുന്നുകളൊക്കെ ചെയ്യണം, 1000 രൂപയുടെ മരുന്ന് ഇപ്പോൾ വാങ്ങിക്കണം. 1000 രൂപ വലിയ തുകയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിഞ്ഞങ്ങ് പോയി. വയ്യാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. പിന്നെ ഇദ്ദേഹോട്ട് വന്നിട്ടുമില്ല. ഏറിയ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ വഴിയിൽ വെച്ച് ഈ ഡോക്ടർ കണ്ടുമുട്ടി. അപ്പോൾ ചോദിച്ചോടോ, ഇയാളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? എല്ലാം മാറിയെന്ന് പറഞ്ഞു. എങ്ങനെയാ മാറിയത്? പൈസ ഒത്തിരി ചെലവായി കാണുമല്ലോ, ഹോസ്പിറ്റലിൽ ഒത്തിരി നാൾ. ഇല്ലില്ല, ഒരു ചെലവില്ല, 100 രൂപയുടെ ചെലവേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിന് ഡോക്ടർക്ക് പോലും അത്ഭുതം, എങ്ങനെയാ സംഭവിച്ചത്? അപ്പോൾ ചോദിച്ചു, ഞാൻ എൻ്റെ ഈ പ്രശ്നം ഒരു ആശാരിയോട് പോയി പറഞ്ഞു. ആശാരി ഈ കട്ടിലിൻ്റെ 4 കാലും ഊരി വെച്ചപ്പോൾ കട്ടിൽ താഴെയാണ് കിടക്കുന്നത്. ഇപ്പോൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ അടിയിൽ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പലരുടെയും പ്രശ്നമൊക്കെ ഇത്രയേ ഉള്ളൂ, 100 രൂപയുടെ ചെലവ്, കട്ടിലിൻ്റെ കാലൊന്ന് ഊരി മാറ്റിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ സ്വസ്ഥത എന്ന് പറയുന്നത് ജീവിതത്തിലില്ല. ഇങ്ങനെ കലങ്ങി മറിയുക, ഉറക്കമില്ല, വേവലാതി പിടിച്ച് വെപ്രാളം പിടിച്ച് 4 വഴിക്ക് ഓടുകയാണ്. എൻ്റെ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിങ്ങൾ വരുമ്പോൾ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളെ കലക്കുന്ന പ്രശ്നം എത്ര വലുതുമായിക്കൊള്ളട്ടെ, യേശുവിന്റെ പാദത്തിലേക്ക് ഓടി വന്നിട്ട് കർത്താവിനോട് പറ, എൻ്റെ വേദന ഇതാകുന്നു, എൻ്റെ ഭാരം ഇതാകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നെ സഹായിക്കുന്നവനാ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വന്നാൽ 17-ാം വാക്യത്തില് ഒരു നിലവിളിയുടെ ശബ്ദം നമുക്ക് അവിടെ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് വായിച്ചോട്ടെ 17-ാമത്തെ വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. പക്ഷെ ആ ഭാഗം നാം വായിച്ചു നോക്കുമ്പോൾ ഈ ബാലൻ നിലവിളിച്ചതായിട്ട് പറയുന്നില്ല. പക്ഷേ ദൈവം ബാലന്റെ നിലവിളി കേട്ടു. എന്താ സംഭവം എന്നറിയാവും? അബ്രഹാം തന്റെ വീട്ടിലെ ദാസിയായിരുന്ന ഹാഗാറിനെ, മകനെ, ഒരു ദിവസം പുറത്താക്കി. ദൈവം തന്നെ പറഞ്ഞതാ പുറത്താക്കാൻ. അങ്ങനെ പുറത്താക്കി ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പവും ഒക്കെ കൊടുത്തു വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പവും തുരുത്തി വെള്ളവുമായി ബേർശേബ മരുഭൂമിയിലേക്ക് ഹാഗാറും തന്റെ കുഞ്ഞുമായ ഇസ്മായേലും കൂടെ ബേർശേബ മരുഭൂമിയിലേക്ക് പോയി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കൊടുത്ത അപ്പവും തീർന്നു, കുടിക്കാൻ കൊടുത്ത വെള്ളവും തീർന്നു. ഇപ്പോൾ മരുഭൂമിയിൽ ഉഴന്നു നടക്കുകയാണ്. കുട്ടി കിടന്ന് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞിന്റെ അവസ്ഥയും വേദനയും കണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് ഒരമ്പിൻപാട് ദൂരത്തേക്ക് ഹാഗാർ പോയി നിന്നിട്ട് അവളാണ് കരഞ്ഞത്. അവൾ പറയുകയാണ്, നിലവിളിക്കുകയാണ്, അയ്യോ, എൻ്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. അവൾ അലറിക്കരയുമ്പോൾ ദൈവവചനം പറയുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഇന്ന് രാത്രി വേളയിൽ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ട് വേദനപ്പെടുന്ന മാതാപിതാക്കളെ, നിങ്ങളാണ് അവരെ
ഓർത്ത് കരയുന്നതെങ്കിൽ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം അവരുടെ നിലവിളിയായി അത് സ്വർഗത്തിലെത്തുകയാ. നിലവിളിച്ചാൽ കേൾക്കും. തലമുറകളെ ഓർത്ത് കരഞ്ഞു കൊള്ളണം. വ്യാകുലപ്പെടുന്ന ജീവിതങ്ങൾ, സ്വന്തം മക്കളെ ഓർത്ത് വേദനപ്പെടുന്ന അവസ്ഥകൾ ഓർത്ത് ദൈവമക്കൾ കരയുവാനിടയായി തീരണം. ഹാഗാറിനെ ദൈവം വിളിച്ചു, ഹാഗാറേ, നീ പോയി ആ കുഞ്ഞിനെ താങ്ങിയെടുത്തുകൊള്ളുക. അവൾ പോയി ആ കുട്ടിയെ താങ്ങിയെടുത്തു. ഒരു ഉറവ ആ മരുഭൂമിയിൽ തുറന്നു. അസാധ്യമല്ലേ മരുഭൂമിയിൽ ഒരു ഉറവ, ഒരു അല്പം ജലമെന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ളതാ. എന്നാൽ ആഴിയുടെ ഉറവിനെ പിളർന്നുകൊണ്ട് അവളുടെ കണ്ണ് നിറയുവാൻ, ആ കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കുവാൻ ഒരു ഉറവ തന്നെ തുറന്നവനാണ് ദൈവം. ഇന്ന് രാത്രി ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. മനുഷ്യൻ തരുന്നതിന് അളവുണ്ട്. നിന്റെ യജമാനൻ നിനക്ക് തന്നാൽ, ലോകത്തിലെ യജമാനൻ നിനക്ക് തന്നാൽ അത് ചിലപ്പോൾ ഒരു തുരുത്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആയിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ യജമാനൻ നിനക്ക് വേണ്ടി തരുമ്പോൾ ഭൂമിയുടെ പിളർപ്പുകളിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് നിന്റെ ജീവകാലം മുഴുവൻ അനുഭവിപ്പാൻ തക്കവണ്ണം ഭൂമിയുടെ ഉറവുകളെ തുറക്കുവാൻ കഴിവുള്ളവനാണ് യേശു. ഇന്ന് രാത്രി ഉറവ തുറക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ വേദനയില്, നിന്റെ കുഞ്ഞുങ്ങളുടെ വ്യാകുലത്തില് അവർക്ക് വേണ്ടി കരയുമ്പോൾ നീ കരഞ്ഞാൽ നിന്റെ കുഞ്ഞിന്റെ നിലവിളിയായി അത് സ്വർഗത്തിൽ രേഖപ്പെടുത്തുകയാ. യഹോവ ബാലന്റെ നിലവിളി കേട്ടുവെന്ന് ദൈവവചനം പറയുക. ആകയാൽ ദൈവമക്കൾ ദൈവസന്നിധിയിൽ വന്ന് നന്നായി നിലവിളിക്കുന്നവരായിരിക്കണം. ആ നിലവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ നാം പഠിച്ചാൽ മനുഷ്യരെല്ലാവരും ഇന്ന് നിലവിളിയിലൂടെ, മുറവിളിയിലൂടെ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അതിന്റെ കാരണം? അതൊന്ന് മനസ്സിലാക്കുവാനായി പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. 7 നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടുത്തത് അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. അവരുടെ നിലവിളി യഹോവയുടെ സന്നിധിയിൽ എത്തി. അവരുടെ നിലവിളി യഹോവയുടെ സന്നിധിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. പീഡകൾ നിമിത്തമായി, ഊഴിയവേല നിമിത്തമായി, അവരുടെ ജീവിതത്തിലെ കഷ്ടതകൾ നിമിത്തമായി അവരുടെ നിലവിളി യഹോവയുടെ സന്നിധിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. എത്തി. അവരുടെ കഷ്ടതയും അവരുടെ നിലവിളിയും അവരുടെ വ്യാകുലങ്ങളും ദൈവസന്നിധിയിൽ എത്തി എന്ന് ദൈവവചനം പറയുക. എന്താണ് കാരണമെന്നറിയാം? ഊഴിയവേല നിമിത്തമായി, അവരുടെ പീഡനങ്ങൾ നിമിത്തമായി. ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ ഇന്ന് അതല്ലേ? എല്ലാവരും മുൻപോട്ട് പോകുന്നു. സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നെങ്കിലും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയാതെ, അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ, അടിമനുഖത്തിൽ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെയും പിശാചിന്റെയും അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മാനവജാതി ഇന്ന് എല്ലായിടത്തും കിടന്ന് മുറവിളിയിടുകയാ. എന്തേ ലോകം ഇങ്ങനെ മുറവിളിയിടുവാൻ കാരണം? എന്തുകൊണ്ട് ലോകത്തിൽ മനുഷ്യർ ഈ നിലയിൽ കഷ്ടം അനുഭവിക്കുന്നു? കാരണം അന്വേഷിച്ച് നാം അവിടെയും ഇവിടെ ഓടണ്ട. അതിന്റെ ഏക കാരണം പാപവും പിശാചുമാണ്. സാത്താൻ മനുഷ്യനെ വഞ്ചിക്കുന്നു, സാത്താൻ മനുഷ്യനെ ബന്ധിക്കുന്നു. പീഡനം നിമിത്തമായി ഊഴിയ വിചാരകന്മാർ ഊഴിയ വേല ചെയ്യിപ്പിച്ച് അവരെ അടിമപ്പെടുത്തിയപ്പോൾ അവർ നിലവിളിച്ചു. അവരുടെ നിലവിളി സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. ദൈവം പറയുകയാണ്, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ കഷ്ടത ഞാൻ കണ്ടു. നിലവിളി കേൾപ്പാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിനൊരു പരിഹാരം? അടിമവേല നിമിത്തം കഷ്ടത അനുഭവിക്കുമ്പോൾ, നമ്മെ പീഡിപ്പിക്കുന്ന പിശാച് നിമിത്തം വേദനപ്പെട്ട് നിലവിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്രകാരം നാം നിലവിളിച്ചാൽ ദൈവം ഒരു ഉദ്ധാരകനെ നമുക്ക് വേണ്ടി അയച്ചു തരും. യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 19-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചോട്ടെ. അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവുമായിരിക്കും. അടുത്തത് പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിച്ചു. അവൻ അവർക്കൊരു രക്ഷകനെ അയച്ചു കൊടുത്തു. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിച്ചു. ഒരു രക്ഷകൻ, ഒരു ഉദ്ധാരകനെ ദൈവം അയച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇത് ഈ മിസ്രയീം എന്ന രാജ്യത്തിന്റെ അക്ഷരീകമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ്. എന്നാൽ ലോകത്തിലെ മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടിയായി സ്വാതന്ത്ര്യത്തോടെ സ്വതന്ത്രരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഇന്ന് പിശാചിനാൽ കെട്ടപ്പെട്ട് പാപത്താൽ ബന്ധിക്കപ്പെട്ട് ലോകമെല്ലാം കിടന്ന് നിലവിളിക്കുമ്പോൾ, എന്നാൽ ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന സമൂഹം ലോകത്തെല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവരും
മുറയിടുന്നു, എല്ലാവരും നിലവിളിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം, കാരണം എന്തെന്നറിയാതെ വ്യാകുലപ്പെടുന്ന സമൂഹം ഇന്ന് രാത്രി പീഡനിമിത്തം നിലവിളിച്ചാൽ ഒരു രക്ഷകനെ ദൈവം അയക്കും. ഞാനത് മറ്റൊരു നിലയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാ. ഇന്നത്തെ ലോകത്തില് പീഡനിമിത്തം, പാപത്തിന്റെ പീഡനിമിത്തം ആർക്കും ഒരു ഉദ്ധാരണത്തിന് വേണ്ടി വലിയൊരു ആഗ്രഹമൊന്നും ഇല്ലാതെ അതിന്റെ സുഖങ്ങൾ തേടി ഓടുകയാ. എന്നാൽ ദൈവമക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, നാം ആയിരിക്കുന്ന ദേശത്ത് ഇതുപോലെ ഒരു കൺവെൻഷന് വേണ്ടി ഒരു സ്ഥലത്ത് കൂടി വന്നാൽ അവിടെ കൂടിയിരുന്ന് നിലവിളിക്കണം. ദേശത്ത് പാപത്താൽ പിടിക്കപ്പെട്ട, പിശാചിനാൽ പിടിക്കപ്പെട്ട അനേക ദൈവമക്കൾ, അനേക ജനങ്ങളുണ്ട്. അവരുടെ കെട്ടുകൾ അഴിഞ്ഞവർ സ്വതന്ത്രരായി തീരുവാൻ ദൈവമക്കൾ ഒരുമനപ്പെട്ട് നിലവിളിച്ചാൽ, ഒരുമനപ്പെട്ട് അലറി വിളിച്ചാൽ കണ്ണുനീര് സ്വർഗത്തിലെത്തി ഉദ്ധാരകനെ അഥവാ രക്ഷകനെ ദൈവം ആ ദേശത്ത് അയച്ചു കൊടുക്കും. ആരാണ് ഈ രക്ഷകൻ എന്നറിയാമോ? കാൽവറി മലമടക്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തകർന്നു വീണ ദൈവപുത്രനായ യേശു തമ്പുരാൻ രക്ഷിതാവായി ലോകത്തിൽ വന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. രക്ഷിതാവായി അവൻ ഭൂതലത്തിലേക്ക് വന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ച്, പീഡന നിമിത്തം ദൈവത്തോട് നിലവിളിച്ചാൽ, ഊഴിയവേല നിമിത്തം നമ്മെ അടിമപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ നിമിത്തം ദേശത്തുള്ള ജനം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിച്ചാൽ സ്വർഗത്തിൽ ആ പ്രാർത്ഥനയുടെ ശബ്ദം എത്തുകയും ദേശത്ത് ആ രക്ഷകനെ ദൈവം അയക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളെ, ഈ നല്ലില എന്ന് പറയുന്ന ഈ ഗ്രാമീണ മേഖലയിൽ എത്രയോ നല്ലവരായ ആളുകൾ, സമീപ പ്രദേശങ്ങളിലൊക്കെ പാർക്കുന്ന എത്രയോ പരമാർത്ഥികളും ശുദ്ധരുമായ നല്ല മനുഷ്യർ നമുക്കിവിടെ ഉണ്ട്. നല്ലവരാണെങ്കിലും വാസ്തവത്തിൽ ദൈവത്തെ അറിയാതെ പോകുന്ന ആയിരങ്ങൾ ഈ ദേശത്തുണ്ട്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? എന്തിനാണ് നാം ഇവിടെ കൂടി വന്നത്? ഇവിടെ കൂടി വന്ന് നമ്മുടെ സഭയുടെ പെരുപ്പോ, ആളിന്റെ എണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒരുമനപ്പെട്ട് നിലവിളിച്ചാൽ, പീഡനിമിത്തം, ശത്രുവിന്റെ പീഡനിമിത്തം, പാപത്തിന്റെ കെട്ടുനിമിത്തം ദൈവമക്കൾ കരഞ്ഞാൽ ദൈവം ആ നിലവിളി കേട്ട് ഒരു രക്ഷകനെ ദൈവം ലോകത്തിലേക്ക് അയക്കും. ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് രക്ഷിതാവ് ഭൂതലത്തിൽ വരുവാൻ ഇടയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്, വായിച്ചട്ടെ 11-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആർക്കായി ജനിച്ചു? ഇത് വിളിച്ചു പറഞ്ഞത് മാലാഖമാരാണ്, ദൈവദൂതന്മാര് പറഞ്ഞതാ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നല്ലില ദേശനിവാസികളെ, പരിസരവാസികളെ, ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ പീഡനങ്ങൾ മാറ്റപ്പെടുവാൻ, നിങ്ങളുടെ ഹൃദയവേദന മാറ്റപ്പെടുവാൻ, പാപം നിമിത്തമുള്ള അരിഷ്ടതയുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകുവാൻ യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു നമുക്കായി ജനിച്ചവനാണ്. ആകയാൽ ആ കർത്താവിനെ കണ്ടുകൊള്ളണം. രക്ഷിതാവിനെ കാണുമ്പോൾ ആ രക്ഷിതാവിലൂടെയുള്ള നന്മകളും നമുക്ക് അനുഭവിപ്പാൻ കഴിയും. രക്ഷകൻ ലോകത്തിൽ വന്നാൽ എന്താണ് നാം യെശയ്യാ പ്രവചനത്തിൽ വായിച്ചത്? അവൻ അവർക്ക് ഒരു രക്ഷകനെ അയച്ചു കൊടുത്തു. അത് അക്ഷരീകമായ ഒരു കാര്യമാണ്. എന്നാൽ ആത്മീകമായി ഒരു ദൈവവൈതലിന് രക്ഷിതാവായ യേശുവിനെ ദൈവം അയച്ചു കൊടുത്തപ്പോൾ ആ രക്ഷിതാവിലൂടെ ലോകം എന്താണ് പ്രാപിച്ചത്? തീത്തോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. തീത്തോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിങ്കൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. രക്ഷിതാവിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ 2 കാര്യങ്ങൾ പറയുന്നു. രക്ഷിതാവ് ഒരു ദേശത്തിന്റെ മധ്യേ വന്നാൽ വേദനപ്പെട്ട് വ്യാകുലപ്പെട്ട് അലറിക്കരയുന്ന ഒരുവന്റെ അടുക്കൽ ഈ രക്ഷിതാവ് ഇറങ്ങി വന്നാൽ അപ്പോസ്തലൻ പറയുന്നു, അവനിൽ നിന്ന് കൃപയും സമാധാനവും പ്രാപിപ്പാൻ കഴിയും. ഒന്നാമത് പറയുന്നത്, കൃപ നമുക്ക് ആ രക്ഷിതാവിലൂടെ കിട്ടുകയാ. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. ദൈവത്തിന് സ്തോത്രം. കൃപ യേശു മുഖാന്തരം വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. യേശു മുഖാന്തരം ലോകത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവകൃപ, രക്ഷിതാവായ യേശുവിലൂടെ ലോകം അറിഞ്ഞ ഒരു മഹത്തായ പ്രവൃത്തിയാണ് കൃപയെന്നുള്ളത്. എന്താണ് കൃപയെന്ന് പറഞ്ഞാൽ? അയോഗ്യനായവനെ അവന്റെ അയോഗ്യതകൾ കണക്കിടാതെ, അവന്റെ അയോഗ്യതകളും അവന്റെ കുറവുകൾ ഓർക്കാതെ അവന് വേണ്ടി ദൈവം അവനോട് കാണിക്കുന്ന കരുണയ്ക്കും സ്നേഹത്തിനും അനുകമ്പയ്ക്കും എല്ലാറ്റിനും കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ് കൃപ. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? രക്ഷിതാവായ യേശുവിലൂടെ ഈ കൃപ ലോകത്തിന് ലഭിച്ചു. പീഡകർ നിമിത്തം അവർ നിലവിളിച്ചപ്പോൾ ദൈവം ഒരു രക്ഷകനെ അവരുടെ അടുക്കലേക്ക് അയച്ചു കൊടുത്തു. ഇന്ന് രാത്രി വേളയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ഒരു മനസ്സോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ രക്ഷിതാവായ യേശു മുഖാന്തരമുള്ള കൃപ നമുക്കും അതുപോലെ ഈ ദേശത്തിന്റെ മധ്യേ ദൈവം അയച്ചു കൊടുക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ കൃപ എനിക്ക് തരുവാൻ എന്റെ കർത്താവ് ഒരുക്കമുള്ളവനാണ്. ദൈവസന്നിധിയിൽ വന്നാൽ ആ കൃപയാൽ എന്നെ അവൻ നടത്തും. ആ കൃപ എന്നെ ദൈവത്തെ അറിയുന്ന ഏവർക്കും അവൻ കൊടുക്കും. എനിക്കത് പ്രാപിക്കാം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ കൃപ ആ രക്ഷിതാവിലൂടെ നമുക്ക് ലഭിക്കുകയാ. അപ്രകാരം രക്ഷിതാവിലൂടെ കൃപ ലഭിക്കുമ്പോൾ എന്താണ് നമുക്കുണ്ടാകുന്നത്? ഒന്നാമത്തെ അനുഭവം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് 5-8 വാക്യങ്ങൾ വായിച്ചാൽ 8-ാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വായിച്ചട്ടെ 8-ാമത്തെ വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാരും കാരണക്കാരല്ല, അത് ദൈവത്തിന്റെ ദാനമാകുന്നു. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് രക്ഷിതാവിലൂടെ ഭൂതലത്തിൽ പകർന്ന കൃപയാൽ. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ രക്ഷ എന്നുള്ളത് പെന്തിക്കോസുകാരുടെ സ്വന്തമായിട്ടുള്ളതല്ല, അത് ദൈവത്തിന്റെ കൃപയാ. രക്ഷിതാവ് ലോകത്തിൽ വന്ന് അവൻ മുഖാന്തരം കൃപ ലോകത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ആ കൃപയിലൂടെ ദൈവവചനം പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. അതിന് നാം ആരും കാരണക്കാരല്ല, അത് ദൈവത്തിന്റെ ദാനം മാത്രമാകുന്നു. ഇന്ന് രാത്രി വേളയിൽ രക്ഷിതാവിനെ ദൈവം ഈ ദേശത്ത് അയച്ചിരിക്കുകയാ. യേശു എന്ന രക്ഷകൻ ഇന്ന് രാത്രി ഞങ്ങൾ ആ കർത്താവായ രക്ഷിതാവിനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുകയാ. അവൻ മുഖാന്തരം കൃപയുണ്ട്, ആ കൃപ മുഖാന്തരം രക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ എപ്രകാരം പ്രാപിപ്പാൻ കഴിയൂ? ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 4:12 വാക്യത്തിൽ പറയുമ്പോൾ, യേശു എന്ന നാമം വിശ്വസിക്കുന്നവർ ആ നാമത്തിലൂടെ മാത്രമേ ആ രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. അപ്പോസ്തല പ്രവൃത്തി 16:31 വാക്യം വായിക്കുമ്പോൾ അവിടെ തിരുവെഴുത്ത് പറയുന്നു, യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നിനക്ക് ഒരു രക്ഷയുണ്ടാകും. ഒന്ന്, യേശുവിന്റെ നാമം അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. 2, അവനിൽ വിശ്വസിക്കണോ, അപ്പോൾ മാത്രമാണ് ആ രക്ഷ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. മാത്രമല്ല തിരുവെഴുത്ത് പറയുന്നത് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനെ ഹൃദയം കൊണ്ട് രക്ഷിതാവെന്ന് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ സഹോദര, ഈ രക്ഷയ്ക്ക് ചെലവുകളില്ല. പ്രത്യേകിച്ച് നീ അതിനുവേണ്ടി ഒന്നും കൊടുക്കണ്ട. ദൈവവചനം പറയുന്നു, അവന്റെ നാമത്തെ നീ ഏറ്റുപറയണം. അടുത്തത്, ആ നാമത്തെ നീ വിശ്വസിക്കണം. എപ്രകാരം? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സ്വന്തം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷയുണ്ടാകും എന്ന് ബൈബിൾ നമ്മെ വിളിച്ചറിയിക്കുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, കർത്താവായ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ആകയാൽ രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ കൃപയാൽ ഉള്ളതാണ്. അത് രക്ഷകൻ ഭൂതലത്തിൽ വന്നത് നിമിത്തം പാപത്താലും പിശാചിനാലും പീഡ അനുഭവിച്ച ജനങ്ങൾ അലറിക്കരഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ഉദ്ധാരകനെ അഥവാ ഒരു രക്ഷകനെ, അല്ല യേശു തമ്പുരാൻ എന്ന രക്ഷിതാവിനെ അവൻ ഭൂതലത്തിലേക്ക് അയച്ച് രക്ഷാദാനമായി ലോകത്തിന് നൽകി തരികയാ. അപ്പോൾ ഈ കൃപ നിമിത്തം ഒന്നാമത് മനുഷ്യർക്ക് കിട്ടുന്നത് രക്ഷയാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വന്നാൽ, തീത്തോസ് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 3-ന്റെ 6-ാമത്തെ വാക്യം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് മതി. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. രണ്ടാമത് ലഭിക്കുന്ന കൃപയാൽ ലഭിക്കുന്ന അനുഗ്രഹമാണ് നീതീകരണം എന്ന് പറയുന്നത്. എന്താണ് ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് സ്തോത്രം. നീതീകരണം എന്ന് പറഞ്ഞാൽ അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന പദം ഡിക്കായിയോയിസ് എന്നാകുന്നു. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ക്രിസ്തുവിനോട് ചേരുന്ന ഒരു പാപി അവൻ ഇനിയും യേശു മുഖാന്തരം
മുഖാന്തരം യേശു നിമിത്തം അവൻ നിത്യശിക്ഷാവിധിക്ക് യോഗ്യനല്ല എന്ന് ദൈവം അവനെ നോക്കി പരസ്യമായി പ്രഖ്യാപനം നടത്തുന്ന ആ ഡിക്ലറേഷന്റെ പേരാകുന്നു ഡിക്കായോസിസ് എന്ന് പറയുന്നത്, നീതീകരണം. വിശ്വാസത്താൽ യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു പാപി അവൻ ഒരിക്കലും ഇനിയും ശിക്ഷാവിധിക്ക് യോഗ്യനല്ല എന്ന് ദൈവം ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പരസ്യമായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കൃപയാൽ നമുക്കത് പ്രാപിപ്പാൻ കഴിഞ്ഞു. എന്റെ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. എത്ര പേർക്ക് പറയാ ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, നൂറുകണക്കിനായി ദൈവമക്കൾക്ക് ധൈര്യസമേതം പറയാ, എന്റെ യേശു എന്റെ പാപങ്ങളെ ക്ഷമിച്ചതാ. നമുക്കറിയാമല്ലോ, മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന മഹാൻ, ദൈവത്തിന് സ്തോത്രം, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പിശാച് തന്റെ അടുക്കൽ വന്നിട്ട് ലൂതറിനോട് പറയുക, ഒരു ഷീറ്റ് ഇപ്രകാരം കാണിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ മാർട്ടിൻ ലൂതർ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഒരു ചാർട്ട് പോലെ തന്റെ മുൻപിലേക്ക് കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ചെയ്ത നീ എങ്ങനെ സ്വർഗത്തിൽ പോകാനാ? ഒരിക്കലും നീ പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലൂതർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം നീതിമാനാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു പേപ്പർ സാത്താൻ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ പാപങ്ങൾ നീ ചെയ്തതാ. അക്കമിട്ട് ഓരോന്നോരോന്നും കൊണ്ട് പറയാൻ തുടങ്ങി. ചിലപ്പോൾ ഇങ്ങനല്ലേ സാത്താൻ നമ്മുടെ അടുക്കലും വരും. നീ 2009 ചെയ്തത്, പിന്നെ 2013 ചെയ്തത്, ഇതൊക്കെ നമ്മുടെ അടുക്കൽ നിന്ന് ഓർപ്പിച്ച് നമ്മുടെ മനസ്സ് മടിപ്പിക്കുക. സാത്താന്റെ തൊഴിലതാണ്. ഇപ്രകാരം ലൂതറിനോട് പറഞ്ഞു. ലൂതർ മറുപടി പറഞ്ഞു, സാത്താനെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, ആ പാപമൊക്കെ എന്റെ ജീവിതത്തിൽ വന്നതാ. എന്നാൽ എനിക്കൊരു ധൈര്യമുണ്ട്. എന്തെന്നറിയാമോ? 1 യോഹന്നാൻ 1:7 മാർട്ടിൻ ലൂതർ പിശാചിന് നേരെ നോക്കി എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ പാപിയാ, ഞാൻ പാപം ചെയ്തവനാ, എന്നാൽ എനിക്കൊരു ധൈര്യമുണ്ട്. എന്റെ യേശുവിന്റെ രക്തം എന്റെ പാപത്തിന്റെ കറകളെ കാൽവറിയിൽ കഴുകി എന്നെ ശുദ്ധീകരിച്ചതാണ്. ഇത് പറഞ്ഞപ്പോൾ സാത്താൻ ലൂതറിനെ വിട്ടോടിപ്പോയി. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുക, ശത്രു നിങ്ങളുടെ മുൻപാകെ അവൻ ആരവമിട്ട് അലറിയെടുത്ത് നിങ്ങളുടെ പാപത്തിന്റെ കറകൾ, പാപത്തിന്റെ സ്വഭാവങ്ങൾ ഓർപ്പിച്ച് നിങ്ങളെ ഉണർത്തി അധൈര്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ജനം വിളിച്ചു പറയണം, യേശുവിന്റെ രക്തത്താൽ എന്റെ പാപത്തിന്റെ കറകൾ കഴുകപ്പെട്ടതാണ്. ആ ശബ്ദത്തിങ്കിൽ ശത്രു ഭയപ്പെടും. കാരണം യേശുവിന്റെ രക്തത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. ആ രക്തത്താൽ, അവന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. അടുത്തത്, നമ്മെ ദൈവം നീതിമാന്മാരെന്ന് പറയുക. നമ്മൾ ആരും നീതിമാന്മാരായതുകൊണ്ടല്ല, അവൻ നമ്മെ നീതിമാൻ എന്ന് എണ്ണുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ ആയതുകൊണ്ടല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതൊരു നാടൻ പ്രദേശമാണല്ലോ പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ പിന്നെ എങ്ങും ആർക്കും ഒന്നും ഇല്ല. തേങ്ങയൊക്കെ ധാരാളം സമൃദ്ധിയായി ഉള്ള സമയത്ത് തേങ്ങാ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ തേങ്ങ വാങ്ങുവാൻ ആളുകളുടെ വീട്ടിൽ ചെല്ലും. 1000, 2000 തേങ്ങയൊക്കെ കൂട്ടിയിരിക്കുന്ന ഗോഡൌണിൽ നിന്ന് തേങ്ങ എല്ലാം എടുത്ത് പുറത്തേക്ക് ഇടും. കച്ചവടക്കാർക്ക് അറിയാം തേങ്ങയുടെ വില. ഇവരിത് 3 അങ്ങ് തരംതിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ല മുഴുപ്പുള്ളത്, വലിപ്പമുള്ളത് നോക്കി ഒരു ഭാഗത്തേക്ക് മാറ്റിയിടും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഇടത്തരം വേറൊരു ഭാഗത്തേക്ക് ഇടും. ഏറ്റവും അവസാനം ചൊട്ടും ചൊടുക്കും എല്ലാം ചേർത്ത് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ഇടും. ഏറ്റവും വലുതിന്റെ വില പറയും 15 രൂപ, രണ്ടാമത്തതിന് 8 രൂപ, ഏറ്റവും അവസാനം കിടക്കുന്നതിന് 3 രൂപ. ഇങ്ങനെയാണ് വില. 15, 8, പിന്നെ അവസാനം 3. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ കച്ചവടം എങ്ങനെയാണെന്ന് അറിയാം. ഈ 3 രീതി നടക്കത്തില്ല. എല്ലാം കൂടെ ചേർത്തിട്ടിട്ട് പറയും, മൊത്തത്തിനും കൂടെ എടുക്കുകയാണെങ്കിൽ ഒരു 7 രൂപ വില ഇട്ടങ്ങ് എടുത്തേക്കാന്ന് പറയും. എല്ലാത്തിനും കൂടെ വില. അപ്പൊ ഈ 15 രൂപക്കാരൻ ഇപ്പൊ 7ലേക്ക് ഇറങ്ങി, 3 രൂപക്കാരൻ 7ലേക്ക് കയറി. അതാണ് നീതീകരണത്തിന്റെ ഒരവസ്ഥ. ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാ. നമ്മൾ ആരും നീതിമാന്മാരായതുകൊണ്ടല്ല കേട്ടോ. നമ്മളെക്കാൾ വിശുദ്ധന്മാരും നീതിമാന്മാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് അവരുടെ വിലയുടെ ഒക്കെ ഒരു അല്പം എടുത്ത് നമുക്ക് തന്ന് നമ്മുടെ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മെ ദൈവം നീതിമാൻ എന്ന് പറഞ്ഞു. നാം ആരും നീതിമാന്മാരല്ല കേട്ടോ. പക്ഷേ ദൈവം പറഞ്ഞു, അവൻ നീതിമാൻ, എന്റെ രക്തം അവനെ ശുദ്ധീകരിച്ചു, അവൻ നീതിമാൻ. അതാണ് നീതീകരണം. അതെങ്ങനെയാ സാധിക്കുന്നതെന്ന് അറിയാമോ? കൃപയാൽ. കഴിവുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ മാത്രം. രക്ഷിതാവ് ലോകത്തിൽ വന്ന്, രക്ഷകൻ ലോകത്തിൽ വന്ന് മനുഷ്യർക്ക് കൃപ നൽകിയപ്പോൾ ആ കൃപയിലൂടെ ഒന്നാമത് പീഡ അനുഭവിച്ചവർ രക്ഷ പ്രാപിച്ചു. അടുത്തത്, അവർ നീതിമാന്മാരായി. അപ്പോൾ ഈ 3 രൂപ വിലയുള്ള ഉണക്കത്തേങ്ങായിക്ക് സന്തോഷം. ഞാൻ 7 രൂപക്കാരന്റെ കൂടെ ആയല്ലോ. 15 രൂപക്കാരന് പൊങ്ങാനൊന്നുമില്ല. അവനെയും പിടിച്ച് 7ലേക്ക് വലിച്ചിട്ടിരിക്കുകയാ. ആർക്കും പൊങ്ങാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. അതിനാരും കാരണക്കാരല്ല, ദൈവത്തിന്റെ ദാനമാകുന്നു. അതാണ് പുതിയ നിയമസഭയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇതിനകത്ത് വ്യത്യാസങ്ങളില്ല.
യേശുവിന്റെ രക്തത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട, കൃപയാൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും ഒന്നാണ്. ഞാനാണ് ഒന്നാമൻ, പിന്നെ ഇടത്തരക്കാരൻ വേറൊന്ന്, പിന്നെ ഏറ്റവും താണവര്. ഈ വ്യത്യാസമൊന്നും ദൈവസഭകളിൽ ഇല്ല കേട്ടോ. അങ്ങനെ കാണിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും ദൈവസഭയിൽപ്പെട്ടവരുമല്ല. പിന്നെ പേര് കൊണ്ട് കാണും, രജിസ്റ്ററിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നാമത്തെ ആളെന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷേ സഭയിൽ അവർ അംഗങ്ങളല്ല. ദൈവവചനം പറയുന്നു, കൃപയാൽ നമ്മെ നീതീകരിച്ചു, കൃപയാൽ നമ്മെ അവൻ രക്ഷിച്ചു. രക്ഷിതാവ് ഭൂതലത്തിൽ വന്ന് പീഡ അനുഭവിച്ച് വേദനപ്പെട്ട് പാപത്തിന്റെ ചതിയാൽ ശത്രുവിന്റെ പീഡനമെത്തും മനസ്സ് തകർന്ന് ഹൃദയം ഉടഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത് അറിവില്ലാതെ നിന്ന മനുഷ്യവർഗത്തെ അവൻ തന്റെ കൃപയാൽ രക്ഷിച്ചു, അവൻ തന്റെ കൃപയാൽ നീതീകരിച്ചു. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലേ നൽകിയിരിക്കുന്നു. നമ്മെ സ്നേഹിച്ച നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലേ നമുക്ക് നൽകിയിരിക്കുന്നു. കൃപയാൽ നമുക്ക് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും നൽകിയിരിക്കുകയാണ്. ആ കൃപ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ആശ്വാസം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളും തിരിഞ്ഞു നോക്കി, ഞാൻ എത്രയോ സന്ദർഭങ്ങളിൽ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? വേദനപ്പെട്ട് മനസ്സ് ഭാരപ്പെട്ടപ്പോൾ, ശരീരം കഷ്ടതയിലൂടെ പോയപ്പോൾ ദൈവത്തിന്റെ ആശ്വാസം അനുഭവിച്ച സമയം. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഒരു പ്രത്യേക സന്ദർഭം ഉണ്ടായിരുന്നു. കട്ടപ്പനയിൽ ഒരു ബൈബിൾ സ്റ്റഡിക്കായിട്ട് എനിക്ക് പോകണം. അതിന്റെ തലയാഴ്ച റാന്നിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് മറ്റു ചില യാത്രകളും, എറണാകുളത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ബലഹീനപ്പെട്ട് ഒരു ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി 11 മണിക്ക് വന്നിരുന്ന് ഞാൻ ആ മീറ്റിംഗ്, കട്ടപ്പന മീറ്റിങ്ങിന് വേണ്ടി നോക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 11 മണിക്ക് അവിടെ ഇരുന്നു. ആ ഇരിപ്പ് ഞാൻ വേറൊന്നും കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അന്ന് രാത്രി 11 മണിക്ക് ഇരുന്ന ഇരിപ്പ് ഞാൻ എഴുന്നേറ്റത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. ആ സമയം വരെ ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ശരീരം വല്ലാതെ ബലഹീനപ്പെട്ടു. അവിടെ മീറ്റിങ്ങിന് പോകുവാൻ കഴിയാത്ത അവസ്ഥ. ശനിയാഴ്ച 4 മണിയായപ്പോൾ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങുന്നു. ഭക്ഷണമൊന്നും കഴിപ്പാൻ കഴിയുന്നില്ല. ശരീരത്തിൽ ആകമാനം ബലഹീനത. എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നില്ല. അവിടെ വിളിച്ചിട്ട് വരുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. പക്ഷേ വിഷയമൊക്കെ നേരത്തെ കൊടുത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഉള്ളിന്റെ എവിടെ ഒരു ധൈര്യം ദൈവം തരുന്നതായിട്ട് തോന്നി. രാത്രി കാത്തിരിപ്പ് യോഗം കഴിഞ്ഞു. രാത്രി ദൈവസന്നിധി ഇരുന്നൽപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിമിഷങ്ങൾ കഴിയുന്തോറും ശരീരം ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനപ്പെട്ട് ബലഹീനപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അർദ്ധരാത്രിയിൽ ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പ്രകാരം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു വാക്യം പറയട്ടെ. എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഏറ്റവും പ്രിയ പുരുഷ ബലപ്പെട്ടിരിക്കുക. ആ വചനം എന്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി. ഞാൻ അല്പസമയം കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആ വചനം ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഓർപ്പിച്ചു. പിറ്റേ ദിവസം അപ്പോഴും ശരീരത്തിൽ ബലഹീനതയാ. എന്നാൽ അത്ഭുതം, പിറ്റേ ആ ഞായറാഴ്ച സഭായോഗം രാവിലെ 8 മണിക്ക് ആരാധന ആരംഭിച്ചു. സഭായോഗത്തിന്റെ ഇടയിൽ ഒരു കൊച്ചുകുട്ടി ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്ത് പ്രവചിച്ചു, ഏറ്റവും പ്രിയ പുരുഷ ബലപ്പെട്ടിരിക്കുക. ആ ശബ്ദം എന്റെ ഹൃദയം തുടങ്ങി ശരീരത്തിന്റെ ഓരോ ഞരമ്പുകളെയും ബലപ്പെടുത്തി. പ്രിയരെ, ആ ബലത്തോടെ ഞാൻ ആ മീറ്റിങ്ങിന് പോയി. ഒരു കഷ്ടവും ഇല്ലാതെ ഞാൻ തിരിച്ചു വരുവാനിടയായി. എന്റെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് ആശ്വാസം നൽകി എത്രയെത്ര സന്ദർഭങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്ത എത്രയെത്ര സന്ദർഭങ്ങൾ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആശ്വാസമില്ലാതെ മനസ്സ് വേദനപ്പെട്ട് വ്യാകുലപ്പെട്ട് നിന്റെ ഉറ്റവരും ഉടയവരും നിന്നെ കൈവിട്ട് ആശ്വാസമറ്റവനായി, ആശ്വാസമറ്റവളായി, സമാധാനമില്ലാത്തവളായി ഇന്ന് രാത്രി കടന്നു പോകുന്നെങ്കിൽ ദൈവവചനം പറയുന്നു, നമ്മെ സ്നേഹിച്ച് തന്റെ കൃപയാൽ നമുക്ക് 2 കാര്യം തരുന്നു. 1, നിത്യാശ്വാസത്തെ അവൻ തരുന്നു. 2, നല്ല പ്രത്യാശ തരുന്നു. ഒരു വലിയ ആശ്വാസത്തെ അവൻ നമുക്ക് തരികയാ. ജീവിതത്തിൽ വേദന അനുഭവിക്കുമ്പോൾ, പാടുകൾ അനുഭവിക്കുമ്പോൾ, കഷ്ടതയും ശോധനകളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ആശ്വാസം തരുന്ന ഒരു നല്ല കർത്താവ്. നിന്റെ വേദന എന്തായിരുന്നാലും ദൈവവചനം പറഞ്ഞ, അങ്ങനെയല്ലേ നാം വായിച്ചത്? ഒന്നുകൂടെ വായിച്ചാട്ട് 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലേ നൽകിയിരിക്കുന്നു. നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലേ നമുക്ക് നൽകി. ആശ്വാസം. കഴിഞ്ഞ നാളുകളിൽ വേദനപ്പെട്ട് വ്യാകുലപ്പെട്ട് ആരും സഹായിപ്പാനില്ല എന്ന് തോന്നിയ സന്ദർഭത്തിൽ ആരുടെയും സഹായം കൂടാതെ നിങ്ങളുടെ മനസ്സിലൊരു കുളിർമ ഉണ്ടായിട്ടില്ലേ? നിങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ ആരുമില്ലാതെ മാറിപ്പോകുന്ന അനുഭവിച്ചിട്ടില്ലേ? അതത്രേ കൃപയാലുള്ള ആശ്വാസം. അത് നിത്യമാണ്. ഇവിടെ മാത്രമുള്ളതല്ല, അത് നിത്യമായ ആശ്വാസമാണ്. വേദനയിൽ, വ്യാകുലത്തിൽ എല്ലാവരും തള്ളിക്കളയുമ്പോൾ
നമ്മെ സ്നേഹിച്ചവർ നമ്മുടെ മുഖത്ത് നോക്കി നിന്ന വാക്കുകൾ പറയുമ്പോൾ, നമ്മെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവർ മാറി നിന്ന് കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ വരുവാൻ ഇഷ്ടപ്പെട്ടവർ പറയുന്നത് കേൾക്കുമ്പോൾ ദൈവമക്കളെ നിരാശപ്പെടരുത്. നമ്മെ കരുതുന്ന ഒരു ദൈവം. ക്രിസ്തീയ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട്. കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം ഉള്ളൊരു ജീവിതമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. യേശു എന്താ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചു. ക്രിസ്തീയ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതാ, വേദനകൾ നിറഞ്ഞതാണ്, പാടുകൾ നിറഞ്ഞതാ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാശ്വാസത്തിന്റെ നാമ്പ് നമുക്ക് കാണുവാൻ കഴിയൂ. ഒരു ഭക്തൻ ഒരിക്കൽ പ്രകാരം പാടിയല്ലോ, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് ആശ്വാസത്തെ നൽകുന്നതാ. അറിയാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ കോറസ് ഒന്ന് എല്ലാവരും ചേർന്നൊന്ന് പാടിയാട്ട്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീയനായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീയനായകൻ കൂട്ടാളിയാണേ. താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായാൽ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായാൽ. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീയനായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീയനായകൻ കൂട്ടാളിയാണേ. ഈ ലോക ജീവിതം കഷ്ടതകളും ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം നിറഞ്ഞതായി നിൽക്കുമ്പോൾ, അവിടെയെല്ലാം ആശ്വാസം തരുവാൻ ഒരു നല്ല കർത്താവ്. സ്നേഹിതന്മാർ വിടുമ്പോൾ, ഉറ്റവർ കൈവിട്ട് കളയുമ്പോൾ, പ്രിയപ്പെട്ടവർ തള്ളിക്കളയുമ്പോൾ, ഒരു യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഒരു നല്ല സ്നേഹിതൻ, ഒരു നല്ല ഇടയൻ, ഒരു നല്ല സഹോദരൻ, നല്ല പിതാവ്, നല്ല യജമാനൻ, നല്ല ഉടമസ്ഥൻ, നമുക്ക് വേണ്ടി കരുതുന്നവൻ, നമ്മെ കാക്കുന്നവൻ, നമ്മെ നടത്തുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ ഇന്ന് രാത്രി
രാത്രിയിൽ അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. വേദനകളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. കരുതുന്നവനായ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. ആ കൃപ നമ്മെ മരുഭൂമിയിൽ നടത്തുകയാ. നല്ല ആശ്വാസം തന്ന് നല്ല പ്രത്യാശ നൽകി ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്നു. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 2 തീമോഥെയോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇന്ന് രാത്രി ബലഹീനപ്പെട്ട് മനസ്സും ഹൃദയവും അധൈര്യപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ ആദ്യമേ ഒരു രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തട്ടെ. ആ ക്രിസ്തുവിലൂടെ ലോകത്തിൽ അവൻ അയച്ചു നൽകിയ ആ കൃപ നമ്മെ ശക്തീകരിക്കട്ടെ. ഏതെങ്കിലും ക്ഷീണമോ ഏതെങ്കിലും ബലഹീനമോ നിങ്ങളുടെ മനസ്സിലോ ഹൃദയത്തിലോ ഉണ്ടെങ്കിൽ അധൈര്യപ്പെട്ടു പോകേണ്ട. കൃപയിൽ ആശ്രയിച്ചാട്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കും. അപ്പോസ്തലനായ പൗലോസിനെ നമുക്കറിയാമല്ലോ. റോമർ തുടങ്ങി എബ്രായർ വരെയുള്ള 14 ലേഖനങ്ങൾ ക്രിസ്തീയ മാർഗത്തിൽ യേശു തമ്പുരാന്റെ ശബ്ദം കഴിഞ്ഞ് ക്രിസ്തു മാർഗത്തെ ഏറ്റവും അധികം ഉയർത്തി മഹത്വപ്പെടുത്തി പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അതികഠിന ശോധന വന്ന് ശരീരം ബലഹീനപ്പെട്ട് ഭാരങ്ങളാൽ നിറഞ്ഞ് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ഈ ശൂലമൊന്ന് നീക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി എന്തെന്നറിയാം? പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി. അടുത്തത്, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുക, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെട്ടുകൊള്ളുക. ഇന്ന് രാത്രി കൃപയിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരെ അവൻ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. നിങ്ങൾ എത്ര ബലഹീനരാണെങ്കിലും കൃപ തരുന്നതാര്, എവിടെ നിന്നാണ് ഇത് വരുന്നെന്ന് മാത്രം നിങ്ങൾ നോക്കൂ. അവിടെ ആ കൃപ ഒഴുകി വരുമ്പോൾ കൃപയുടെ സിംഹാസനത്തിൽ ദൈവമക്കൾ ദൈവസന്നിധിയിൽ യേശുവിന്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും. ആ സിംഹാസനത്തിന്റെ പേര് കൃപയുടെ സിംഹാസനം. അതിൽ കരുണയുള്ളവൻ ഒരുവൻ ഇരിക്കും. ആ കൃപയുടെ സിംഹാസനത്തിൽ നിന്ന് കൃപയുടെ നദി നമ്മുടെ മധ്യേ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ കൃപ ദൈവമക്കളെ ശക്തീകരിക്കും. ബലഹീനപ്പെട്ടവരെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. എവിടെ നിന്നാണ് വന്നത്? രക്ഷകൻ ഭൂതലത്തിലേക്ക് വന്നു, ഉദ്ധാരകൻ ഭൂതലത്തിലേക്ക് വന്നു. അവൻ കൃപ ലോകത്തിൽ നൽകി, സമാധാനം ലോകത്തിൽ നൽകി. ആ കൃപയാൽ രക്ഷയുണ്ടായി, ആ കൃപയാൽ നീതീകരണമുണ്ടായി, ആ കൃപയാൽ ആശ്വാസമുണ്ടായി, ആ കൃപയാൽ നമുക്കൊരു ശക്തി ഉണ്ടാകുന്നു. ഒന്നുമില്ലെങ്കിലും ആ കൃപ നമ്മെ ശക്തീകരിക്കും. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരു ദിവസം കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. പട്ടാളക്കാർ നെപ്പോളിയൻ കടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നെപ്പോളിയൻ കുതിരപ്പുറത്ത് ഇവരുടെ നിപ്പും അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിന്നു. ഇങ്ങനെ കുതിരപ്പുറത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും അറ്റൻഷനായി നിൽക്കുകയാണ്. പട്ടാള ചിട്ടയിൽ എല്ലാവരും നിൽക്കുകയാ. പെട്ടെന്ന് കുതിര മുൻപോട്ടാഞ്ഞു. നെപ്പോളിയൻ പിടിവിട്ട് താഴോട്ട് വീഴുവാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ പടയാളി, ഒരു യൗവനക്കാരൻ ഓടിച്ചെന്ന് നെപ്പോളിയനെ താങ്ങി പിടിച്ചു. അവൻ വീഴാതെ സൂക്ഷിച്ചു. നെപ്പോളിയൻ ആ ചെറുപ്പക്കാരനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. താഴേക്ക് താൻ ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ ആരാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ അങ്ങയുടെ പട്ടാളത്തിലെ ക്യാമ്പിലെ ഏറ്റവും ചെറിയ ഒരു ജൂനിയർ പട്ടാളക്കാരനാ. ആഹാ, നീ അങ്ങനെയാണോ? എന്നാൽ ഇന്ന് മുതൽ എന്റെ ബോഡി ഗാർഡിന്റെ ആ ക്യാമ്പിലെ ക്യാപ്റ്റനാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോകുക. ഒരു കൊച്ചു പയ്യനാണ്, അവൻ വലിയ കാര്യമൊന്നും ചെയ്തില്ല. പട്ടാള ചിട്ടയനുസരിച്ച് അവൻ വരിയിൽ നിന്നാൽ മതി, ആരും അവനോട് ചോദിക്കത്തില്ല. പക്ഷേ അവന്റെ യജമാനൻ വീഴുന്നത് കണ്ട് ഓടിച്ചെന്ന് കൈതാങ്ങിയപ്പോൾ അവൻ ആ നെപ്പോളിയൻ ഇറങ്ങി വന്നിട്ട് അവനോട് പറഞ്ഞു, ഇന്ന് മുതൽ നീ ഒരു സാധാ പട്ടാളക്കാരനല്ല, എന്റെ ബോഡി ഗാർഡിന്റെ ക്യാപ്റ്റനാണ് നീ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഇന്ന് മുതൽ നിന്റെ രീതികൾ, നിന്റെ താമസം, ഭക്ഷണമെല്ലാം മാറും. ഇനി നീ ഭക്ഷണം കഴിക്കുന്ന ക്യാപ്റ്റന്മാർ കഴിക്കുന്ന അവിടെ പോയി വേണം കഴിപ്പാൻ. ആ കൊച്ചു പട്ടാളക്കാരൻ യൗവനക്കാരന് ക്യാപ്റ്റന്മാർ ഫുഡ് കഴിക്കുന്നിടത്ത് പോയി ഭക്ഷണം കഴിപ്പാൻ കയറിയപ്പോൾ അവന്റെ കാർഡും അവന്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനൊരു പട്ടാളക്കാരനാണ്, പക്ഷെ നീ എന്തുകൊണ്ടാണ് ക്യാപ്റ്റന്മാർ വന്നിടത്ത് കഴിക്കുന്നത്? നിനക്ക് അതിനുള്ള യോഗ്യതയിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇവൻ പറയുക, എന്റെ യജമാനൻ, എന്റെ നെപ്പോളിയൻ ചക്രവർത്തി ഇന്ന് രാവിലെ എന്നെ ക്യാപ്റ്റനാക്കി മാറ്റിയിരിക്കുകയാ. ആ പറഞ്ഞ വാക്ക് കേട്ട് മാറിക്കൊടുത്ത് അവനെ അകത്തേക്ക് ആനയിച്ചു. ഒരുപക്ഷെ നീ ബലഹീനനായിരിക്കുക, നിന്നെ സഹായിപ്പാൻ ആരും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഉയരത്തിൽ ഒരു യജമാനനുണ്ട്, അവനാണ് നിന്നെ വിളിച്ചത്. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ തള്ളിക്കളയുകയില്ലേ. നിന്റെ നിലവിളി സ്വർഗത്തിലുണ്ട്, അവൻ നിന്നെ കരുതുന്നവരത്രേ. ഈ രാത്രി വേളയിൽ ആ കർത്താവിന്റെ മുൻപിലേക്ക് ഓടി വരാമോ? നിന്റെ ഭാരങ്ങളും സങ്കടങ്ങളും തുറന്ന് കർത്താവിനോട് പറ. അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാൽ അവിടെ നമുക്കൊരു മനുഷ്യനെ കാണുവാൻ കഴിയും. വായിച്ചാട്ട് എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം.
സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വാരി തലയിലിട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ കരഞ്ഞു, അത്യുച്ചത്തിൽ നിലവിളിച്ചു. മൊർദെഖായി പട്ടണത്തിന്റെ നടുവിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. വെണ്ണീർ വാരി തലയിൽ എറിഞ്ഞുകൊണ്ട് അവന്റെ വസ്ത്രമെല്ലാം മാറ്റി, അവന്റെ സ്ഥാനങ്ങളെല്ലാം മാറ്റി. മൊർദെഖായി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം? ആർക്കെങ്കിലും പറയാം? മൊർദെഖായി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ചെറിയ മനുഷ്യനെന്നാണ്. പക്ഷെ അവൻ ചെറിയ മനുഷ്യനാണെങ്കിലും ചെയ്ത പ്രവൃത്തി എത്ര വലുതാണെന്നറിയോ? ഇന്ന് രാത്രിയിലും ദൈവം നോക്കുന്ന ഇതുപോലുള്ള ചെറിയ മനുഷ്യരെയാണ്. ചില മൊർദെഖായിമാരെ ഇവിടെ ദൈവം നോക്കുകയാ. സംഭവിച്ചത് കാണുമ്പോൾ ലോകത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി, സഭയുടെ ആത്മീക നിലവാരം മനസ്സിലാക്കി, പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ കരയുന്ന ഒരു മൊർദെഖായിയെ ഇന്ന് രാത്രി ദൈവം നോക്കുന്നു. നിന്റെ ജീവിതം അതായിരിക്കുക, ആ ഒരു അവസ്ഥയിലാകുവാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. നിന്നെ അങ്ങനെ ദൈവത്തിന് കാണാൻ കഴിയുമോ? നീ ഇപ്പോൾ കൈപ്പോടെ കരയുന്ന വ്യക്തിയല്ലേ? ഇന്ന് വ്യാകുലപ്പെട്ട് കരയുന്ന മാതാവേ, വേദനപ്പെട്ട് നൊമ്പരപ്പെട്ട് കരയുന്ന പിതാവേ, നിന്നെ ദൈവം കാണുന്നുണ്ട്. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം മൊർദെഖായി അവൻ രാജാവിന്റെ പടിവാതിൽക്കലിരിക്കുകയാ. രാജാവ് ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചു. ആ ഷണ്ണന്മാർ രാജാവിനെ കയ്യേറ്റം ചെയ്യുന്നത് രാജാവിനെ അറിയിച്ചു. മൊർദെഖായി എന്ത് പ്രതിഫലം കൊടുത്തു? ഒന്നും കൊടുത്തില്ല. ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാവ് ബഹുമാനിപ്പാനിച്ചിരിക്കുന്ന പുരുഷന് എന്തെല്ലാം കൊടുക്കണമോ കൊടുത്താട്ട്. സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ യവനക്കാരെ, ഇന്ന് രാത്രി ഒരുപക്ഷെ നിങ്ങൾ ആരുമല്ലായിരിക്കാം. നിങ്ങളൊരു ചെറിയ മനുഷ്യൻ, മൊർദെഖായിയെ പോലെ ആരുടെയും കണ്ണിന് നിങ്ങൾ അംഗീകരിക്കപ്പെട്ടവരല്ലായിരിക്കാം. ആരും നിങ്ങളെ ഒരുപക്ഷെ അംഗീകരിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ കർത്താവിന്റെ വേലക്കാരായിരുന്ന ആരും നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കും. രഹസ്യത്തിൽ കരയുന്ന നിന്റെ കരച്ചിൽ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്. ഉയർച്ചയുടെ പടി ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്റെ മുൻപാകെ കൊണ്ടുവരൂ. ദൈവത്തിന് സ്തോത്രം. ഇത് ചവിട്ടിക്കേറി പിടിച്ചടക്കുന്ന മാർഗമല്ല. രഹസ്യത്തിൽ കരഞ്ഞാട്ട് മൊർദെഖായി ചെറിയ മനുഷ്യനായി പട്ടണത്തിന്റെ നടുവിൽ അവന്റെ വംശം മുഴുവൻ നശിച്ചു പോകുവാൻ ആസൂത്രണം ചെയ്ത ഹാമാന്റെ പ്ലാൻ കണ്ട് മൊർദെഖായി പട്ടണത്തിൽ വന്ന് തലയിൽ പൂഴി വാരിയിട്ട് അവൻ അത്യുച്ചത്തിൽ കരയുകയാണ്. ഈ കരച്ചിൽ അവനെ ഉയർത്തി, അവന്റെ വംശത്തെ ഉയർത്തി. പെന്തിക്കോസുകാരായ ദൈവമക്കളെ, നാം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സമയമാണിത്. നാം അതേ ജാതികൾ പോലും ഉണർത്തപ്പെട്ട് പ്രാർത്ഥിക്കുകയും കരിസ്മാറ്റിക്കുകൾ നടത്തി ഉണർത്തപ്പെടുകയും ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞ് യേശു വരുന്ന താമസം ഇപ്പോൾ പറക്കുമെന്ന് ചിലർ അങ്ങനെ പറയുന്നത്. ഇങ്ങ് വന്നാൽ മതി, എപ്പോഴും പാടുന്ന പാട് പറഞ്ഞിട്ടുമേ ഞാൻ പറഞ്ഞിട്ടുമേ അങ്ങ് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുക പോകുമെന്ന് വലിയ ആഗ്രഹത്തോടെ ഇരിക്കുകയാ. പ്രാർത്ഥനാ ജീവിതം എങ്ങനെ? കണ്ണുനീരിന്റെ അവസ്ഥയുണ്ടോ? ഞാൻ പറയുന്നത് എന്നോട് ദൈവാത്മാവ് ശക്തമായത് എന്നോട് ഓർപ്പിച്ചു. അതുപോലെ ചെല്ലുന്നിടത്ത് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ധൈര്യമായി പറയും. ആർക്കും ഭാരം തോന്നല്ലേ? ദൈവസഭയുടെ അവസ്ഥ ഇന്ന് ഇങ്ങനെ ഒരു ശോഷിച്ച നിലവാരത്തിലേക്ക് വന്നു. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ അവസ്ഥ കണ്ട് നിങ്ങൾ അതിൽ ആ മനം മയങ്ങിപ്പോയാൽ അവസ്ഥകളൊക്കെ നിമിഷ നേരം കൊണ്ട് മാറും. എല്ലാം പെട്ടെന്ന് മാറും, പെട്ടെന്ന് വരും. അങ്ങനെയൊക്കെയാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ സംഭവങ്ങൾ മാറും. കരയുവാനുള്ള സമയം ഇതാകുന്നു. മൊർദെഖായി ആ പട്ടണത്തിൽ നടുവിൽ പോയി കരഞ്ഞു. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ നിലവിളിക്കുന്ന ഒരാളെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി അവസ്ഥയിലേക്ക് നമുക്ക് ഒന്ന് വരാം. നമ്മുടെ ജീവിതം ദൈവവചനം പറയുന്നു അവന്റെ ചെവി തുറന്നിരിക്കുകയാ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ ദൈവവചനത്തിന് നിലവിളി കേട്ട്, പാപം നിമിത്തമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലവിളിയാണെങ്കിലും അത് കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുകയാ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 15:22 വാക്യം. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ. യോഗ്യതയൊന്നും പ്രത്യേകിച്ച് അവൾക്ക് പറയാനില്ല. കനാന്യ സ്ത്രീ അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. അവൾ വന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ യോഗ്യത. ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവരുടെ പാരമ്പര്യവും പ്രശസ്തിയും ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ റോമിൽ നിന്നൊക്കെ നേരിട്ട് ഇങ്ങ് വന്നതാണ്. ചുമ്മാ പാരമ്പര്യം തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പോലും മൂക്കി ഒത്തി പോവും. ആ പരുവത്തിലാണ് പോകുന്നത്. ചിലരൊക്കെ അതിലങ്ങ് അഭിമാനിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവൾക്ക് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും ഇല്ലെങ്കിലും അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. അതാണ് ഏറ്റവും വലിയ യോഗ്യത. അവൾ യേശുവിനോട് പറയുക, കർത്താവേ,
എന്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട്, ഒന്ന് വിടുവിക്കാമോ, ഒന്ന് സഹായിക്കാമോ? എങ്ങനെ അവൾ പറയുന്നത് അറിയാം? നിലവിളിച്ചു, യേശുവിനോട് നിലവിളിച്ചു. കർത്താവ് മൈൻഡ് ചെയ്തില്ല. നമ്മുടെ സ്വഭാവം പോലെ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനല്ലേ, ആരെയും എന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്തില്ല, നേരെ വിട്ടുകളി. യേശു മുമ്പോട്ട് കടന്നുപോയി. ആ ഭാഗം ഞാൻ വായിച്ചു, കഴിഞ്ഞ രാത്രി വായിച്ചപ്പോൾ അതിന് 4 ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഇവൾ നിലവിളിച്ച് പറയുന്ന ഭാഗം, അതാണ് 22-ാം വാക്യത്തിൽ കേട്ടത്. ഇനി 23-ാം വാക്യം വായിച്ചാൽ ഒരു വക്കാലത്ത് പറയുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ആരെന്നറിയാം? ശിഷ്യന്മാർ കൂടെ നിൽക്കുക. അവർ വിചാരിച്ചു ഞങ്ങൾ പറഞ്ഞാൽ കർത്താവ് കേൾക്കും. അതാണ് അവരുടെ ചിന്ത. ചില അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് പഞ്ചായത്തിൽ പരിചയമുണ്ട്, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ ഈ സ്ത്രീയെ കൊണ്ട് എന്നിട്ട് ശിഷ്യന്മാര് വക്കാലത്ത് പറയുക. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അവൾ നിലവിളിച്ചുകൊണ്ട് പുറകെ വരിക, എന്തെങ്കിലും ഒന്ന് കരുണ കാണിച്ച് വിട്ടേര്, എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ, ഒരു ആശ്വാസം പറഞ്ഞ് നാളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് വിട്, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. യേശു പറഞ്ഞു, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ട് കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ തന്നെ നിൽപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 25-ാം വാക്യം വായിച്ചാൽ ആ കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് പറയും, എന്നെ സഹായിക്കണമേ. യേശുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു. 25-ാം വാക്യം ഒന്ന് വായിച്ചാൽ, എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഒന്നാമത് പറഞ്ഞു, എനിക്ക് സഹായം ആവശ്യമാണ്, മോൾക്കൊരു വിടുതൽ. അത് പ്രാരംഭ പടിയാ. രോഗശാന്തി ഉണ്ടാകാൻ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്തെന്നറിയാമോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗമുണ്ട്, പാസ്റ്റർമാരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു, അങ്ങോട്ട് ചെന്ന് മുട്ടങ്ങോട്ട് മടക്കി അവർ തലയിൽ കവിച്ച് ഒരു ആട്ടും ഒരു കറക്കും ഒരു തള്ളും തന്നാൽ ഇപ്പം വയറ്റുവേദനയും കാറ്റുവേദനയും എല്ലാം പോകണമെന്നാ. അങ്ങനെയൊന്നും അത് പോകത്തില്ല. നിന്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിന് സ്തോത്രം. കൺവെൻഷൻ കഴിയുമ്പോൾ കാണുന്നില്ലേ, ആളുകൾ പെട്ടെന്ന് പിരിഞ്ഞങ്ങ് ഓടിപ്പോവുക. പെന്തക്കോസ്തിന്റെ അനുഭവങ്ങളിൽ ആരംഭകാലത്ത് നമ്മുടെ വിശുദ്ധന്മാർ കൺവെൻഷൻ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചാൽ ആളുകൾ ഓടിക്കൂടും. സമാധാനത്തോടെ ദൈവമക്കൾ പോകൂ. ഇന്നത്തെ സമൃദ്ധി, ഇന്നിന്റെ സമൃദ്ധി ഒന്നും അന്നില്ലായിരുന്നു. എല്ലാവരും ഓടി വന്ന് പ്രാർത്ഥിക്കും, മുഴങ്കാലുകളിൽ വീഴും. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാളുടെ അടുക്കൽ പ്രാർത്ഥിച്ചിട്ട് അടുത്ത ആളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വിശുദ്ധന്മാരുടെ കൈയൊന്ന് തലേ വീഴണോ എന്നുള്ള ആഗ്രഹത്തിൽ ഓടി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സമാധാനം, സമൃദ്ധി ഇല്ലെങ്കിലും അന്ന് സമാധാനം ഉണ്ടായിരുന്നു, അന്ന് സ്വസ്ഥതയുണ്ടായിരുന്നു. ഇന്നെല്ലാം ഉണ്ടെങ്കിലും ഉറക്കം രാത്രിയില്ല. അതാ ഇന്നത്തെ കുഴപ്പം. ദൈവസന്നിധി കരയുവാനും പ്രാർത്ഥിപ്പാനും സമർപ്പിക്കപ്പെടാമോ? കനാന്യസ്ത്രീ ആദ്യം വന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു, കർത്താവ് മൈൻഡ് ചെയ്തില്ല. ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, അതും വലിയ കാര്യമായി ഗവനിച്ചില്ല. അടുത്തത് അവൾ തന്നെ ഓടി മുമ്പിലോട്ട് വീണ് അങ്ങ് കവണ്ട് വീണ് നമസ്കരിച്ചു, കർത്താവേ എന്നെ സഹായിക്കണം. അടുത്തതായിട്ട് യേശു എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുത്തുകൂടാ. ഇന്നെങ്ങാണോ അത് പറഞ്ഞെങ്കിൽ അവർ പിറ്റേ ദിവസം സെൻട്രൽ ജയിലിൽ കിടക്കും, ഉറപ്പാ. യേശു പറഞ്ഞ നായ്ക്കുട്ടി നല്ലേ വിളിച്ചത് അല്ല. എന്താ അതിന്റെ അർത്ഥം? അത് തന്നെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമല്ല. ആ സ്ത്രീ, ഞാനിങ്ങനെ ചിന്തിക്കുക, അവൾ അല്പം ഇങ്ങനെ ആലോചിച്ചെന്ന് കാണും, എങ്ങനെ ഇനി അടുത്ത പരിപാടി എങ്ങനെയാ? അവൾ ഒന്നും അമാന്തിച്ചില്ല. ഒറ്റ ഓട്ടത്തിന് യേശു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. യേശുവിന്റെ മുമ്പിലേക്ക് എന്ന് പറഞ്ഞു, ഗുരു, കർത്താവേ, ഉടമസ്ഥന്റെ മേശയിൽ നിന്ന് വീറുന്ന നുറുക്കുകൾ നായ്ക്കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ. യേശു അത്ഭുതപ്പെട്ടു. യേശു ആ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടു. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അടുത്ത വാക്ക്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ രാത്രി വേളയിൽ ഇന്ന് രാത്രി ഇതുപോലെ സൗഖ്യം പ്രാപിപ്പാൻ ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. രോഗശാന്തി മക്കളുടെ അപ്പമാണ്. കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദീർഘനാളുകളായി നിന്റെ ശരീരത്തിൽ നീ അനുഭവിച്ച വ്യാധികൾ ഇന്ന് രാത്രി കർത്താവ് തുടച്ചു മാറ്റാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര ദൈവമക്കൾ? നീ രോഗം മാറണം എന്ന് പറഞ്ഞ യേശുവിന്റെ അടുക്കൽ വരേണ്ട. അവളുടെ വിശ്വാസം കണ്ടോ? നായ്ക്കുട്ടി എന്ന് വിളിച്ചപ്പോഴും യേശുവിന്റെ അടുക്കൽ വന്ന് പറയാം, കർത്താവേ, ഉടമസ്ഥന്റെ മേശകളിൽ വീഴുന്ന നുറുക്കുകൾ നായ്ക്കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ, അതിനു പോലും ഞാൻ യോഗ്യതയുള്ളവളല്ലേ? ആ വാക്ക് കേട്ട് യേശു അത്ഭുതപ്പെട്ടു. അവിടെ നിന്നു അവന് കരുണ തോന്നി. അവനോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് രാത്രി വാത്സല്യ സ്നേഹിത, നീ കഴിഞ്ഞ കാലങ്ങൾ കണ്ണുനീരൊഴുക്കിയ നിന്റെ കണ്ണുനീർ ഇന്ന് രാത്രി കർത്താവ് തുടയ്ക്കാൻ പോവുകയാണ്. നിന്റെ വേദനകളെ കർത്താവ് മാറ്റാൻ പോകും. നിന്റെ വ്യാകുലങ്ങളെ കർത്താവ് മാറ്റാൻ പോകും. നിന്റെ സങ്കടങ്ങളെ കർത്താവ് മാറ്റാൻ പോകുന്നു. യേശുവിന്റെ പാദത്തിൽ വന്ന് വിളിക്കാമോ? നിലവിളിക്കാമോ? സ്നേഹിത, ഒന്ന് കരയുവാനുള്ള ഹൃദയം നിനക്കുണ്ടോ? കർത്താവ് നിന്നോട് കരുണ കാണിച്ച് നിന്നെ സഹായിക്കട്ടെ. അവന്റെ കരുണയുടെ കരം, സൗഖ്യമാക്കുന്ന കരം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ കരം നമ്മുടെ മധ്യേ നീട്ടപ്പെടണം. ഒരു നിമിഷം കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ട് രോഗശാന്തി
മക്കളുടെ അപ്പമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കണം. ബലഹീനർ ബലപ്പെടണം. ദൈവത്തിന്റെ ആത്മാവ് ചില സ്പർശിക്കണം. യേശുവിന്റെ അടുക്കൽ വന്ന് വീഴുന്നവർ, വിശ്വാസത്തോടെ കർത്താവിന്റെ അടുക്കൽ വീഴുന്നവർ, ഇന്ന് രാത്രി ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ. ദൈവശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബലഹീനർ ബലം പ്രാപിക്കട്ടെ. വിശ്വാസത്തോടെ നിങ്ങൾ ഉയർത്തിയ കരം സ്വർഗം കണ്ടിരിക്കുകയാണ്. സ്വർഗം ഇന്ന് രാത്രി അതിന് ആമേൻ പറഞ്ഞിരിക്കുകയാണ്. സ്വർഗം ഇന്ന് രാത്രിയിൽ അതിന് ആമേൻ പറഞ്ഞ് നിങ്ങളെ വിടുവിപ്പാൻ പോകുന്നു. ബലഹീനരെ, വിശ്വാസത്താൽ, നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, നിങ്ങളുടെ കുടുംബം നോക്കിയല്ല, നിങ്ങളുടെ വിശ്വാസത്താൽ കർത്താവ് നിങ്ങളെ മാനിപ്പാൻ പോകുന്നു. നാളുകളായി നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന ശാരീരികമായ വ്യഥകൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ അത് ശുദ്ധീകരിക്കപ്പെട്ട് സൗഖ്യമാകട്ടെ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. മോശയോട് തീയിൽ നിന്ന് സംസാരിച്ച ദൈവം ഇന്ന് രാത്രി വേളയിൽ ആ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മോടും സംസാരിക്കുകയാ. അവന്റെ ശബ്ദം നമ്മുടെ മധ്യേ കേൾക്കുകയാ. അവൻ നമ്മെ വിടുവിക്കുന്നവൻ, സൗഖ്യമാക്കുന്ന ശക്തി നമ്മുടെ മധ്യയുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ അത് നമുക്ക് പ്രാപിക്കാം. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടെ നമുക്കായിരിക്കാം. അവൻ നമുക്ക് വേണ്ടി തുറന്നു തരുന്നവൻ. വീണ്ടും തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരുന്നവൻ. നിന്റെ നിലവിളി സ്വർഗത്തിലുണ്ടോ? പരിഹാരം സ്വർഗത്തിലുണ്ട്. നിന്റെ വ്യാകുലം എന്താണെങ്കിലും അതിനുള്ള മറുപടി സ്വർഗത്തിലുണ്ട് എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. വീണ്ടും നാം നോക്കുമ്പോൾ രണ്ടാമത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന രണ്ടാമത്തെ അനുഭവം 145 സങ്കീർത്തനം 16 വാക്യം ഒന്ന് വായിച്ചോട്ടെ. 145 സങ്കീർത്തനത്തിന്റെ 16 വാക്യം. നീ തൃക്കൈ തുറന്നു ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. നീ തൃക്കൈ തുറന്നു ജീവനുള്ളതൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുന്നു. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ കരമൊന്ന് തുറന്നാൽ, ആ കരം നമ്മുടെ മധ്യേ തുറക്കപ്പെട്ടാൽ ജീവനുള്ളവർ പ്രസാദം കൊണ്ട് തൃപ്തി പ്രാപിക്കും. ആരാണ് ജീവനുള്ളവർ? ശരീരത്തിൽ ആരോഗ്യമുള്ളവരല്ല. യേശുവിന്റെ ജീവൻ പ്രാപിച്ച ഒരാളെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രസാദം കൊണ്ട് ദൈവം തൃപ്തി വരുത്തുവാൻ പോകും. തൃക്കൈ അവൻ തുറന്നാൽ അത് അടച്ചു മാറ്റുവാൻ ആരാലും സാധ്യമല്ല. യേശു തൃക്കരത്തെ തുറന്നാൽ തിരുവായി കൊണ്ട് അരുളി ചെയ്ത തൃക്കൈ കൊണ്ട് നിവർത്തിപ്പാൻ കഴിവുള്ളവൻ. അവൻ തൃക്കൈ തുറക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ തൃക്കൈ തുറന്നാൽ അതിന് മുമ്പുള്ള ഭാഗമൊക്കെ വായിച്ചു നോക്കിയാൽ കടലിലെ ജന്തുക്കൾ, ആകാശത്തിലെ പറവകൾ, കാട്ടിലെ മൃഗങ്ങൾ എല്ലാം ദൈവത്തെ നോക്കുകയാണ്. ബാലസിംഹങ്ങൾ ഇരയ്ക്ക് ദൈവത്തോട് അലറുന്നു. ദൈവത്തോട് അവർ ചോദിക്കുകയാണ്. സമുദ്രത്തിൽ പാർക്കുന്ന മത്സ്യങ്ങൾ, വലിയ വലിയ നീരത്തിമിംഗലങ്ങൾ, അവയ്ക്കൊക്കെ വേണ്ട ആഹാരം ദൈവം കൊടുക്കുകയാണ്. എത്ര അത്ഭുതമാണ്! ഈ സസ്യങ്ങളെയും ജന്തുക്കളെയും ആ പക്ഷികളെയും ഒക്കെ ദൈവം പോറ്റുന്നത്. ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ജന്തുക്കളിൽ ഏറ്റവും വലുത് നീലത്തിമിംഗലമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വളർച്ച പ്രായപൂർത്തിയെത്തിയ ഒരു നീലത്തിമിംഗലത്തിന് ഏതാണ്ട് 60 മീറ്റർ നീളം, ഏതാണ്ട് 200 അടിയോളം നീളം വരും. ഈ പന്തലിന് അത്ര നീളം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അത്രയും വലിപ്പം ഉണ്ടായിരിക്കും ഒരു നീലത്തിമിംഗലം വളർച്ചയായത്. എന്നാൽ ഒരു നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞിനെ കുറിച്ച് നോക്കിയാൽ അതിന്റെ തള്ളയുടെ പാല് കുടിക്കണമെങ്കിൽ ഒരു ദിവസം അതിനൊരു 600 ലിറ്റർ പാല് വേണമെന്ന്. ഒരു നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞിനെ നമുക്ക് 600 ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു സെൻട്രൽ കൺവെൻഷൻ നടത്താം. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഒരു നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞിന് ആവശ്യമുള്ളതാണ്. ഒരു നീലത്തിമിംഗലത്തിന് ഒരു ദിവസം ഏതാണ്ട് 50 ടണ്ണോളം ക്രിൽ വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. എത്രയോ ആവശ്യങ്ങൾ. ഇതെല്ലാം ദൈവം പോറ്റുന്നില്ലേ? അവയേക്കാൾ എത്ര വലിയവയാണെന്നാ. അവന്റെ തൃക്കൈ തുറന്നാൽ ജീവനുള്ളത് പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. എന്താണ് അവന്റെ കൈയുടെ പ്രത്യേകത? അവന്റെ കൈ എന്ന് പറയുന്ന, ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത് എന്താണ്? യെശയ്യാ പ്രവചനം 53 1 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ പറയുന്നു, യേശു ലോകത്തിൽ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് ആത്മാവിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വരുന്നു? അവൻ വരണ്ട തൈ പോലെ, വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ, ഇളയ തൈ പോലെ അവൻ വളർന്നു വരുന്നു. 53 അധ്യായത്തിന്റെ 1 വാക്യം ഒന്ന് വായിച്ചാൽ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത്? അവൻ ഇളയ തൈ പോലെ, വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ, അവന്റെ മുൻപാകെ വളരും. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ദൈവത്തിന്റെ ഭുജമെന്ന് പറയുന്നത് തന്നെ യേശുവാണ്. ലോകത്തിൽ ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ ഭുജം ദൈവം വെളിപ്പെടുത്തിയത് തന്റെ പുത്രനായ യേശുവിലൂടെയാ. ആർക്കത് വെളിപ്പെട്ടു വരൂ? ഇളയ തൈ പോലെ, വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ അവൻ വളർന്നു വരുവാനിടയായി തീരും. യേശു ദൈവത്തിന്റെ ഭുജമായി ലോകത്തിലേക്ക് വന്നു. ഇനി യേശു
യേശുവിന്റെ ഭുജത്തെക്കുറിച്ച് നാം നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിച്ചു നോക്കിയാൽ, ദൈവത്തിന് സ്തോത്രം, ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക. നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുവീൻ. നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക. യോഹന്നാൻ ആത്മാവിൽ എഴുതിയപ്പോൾ യേശുവിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുകയാണ്. തോമസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു, തോമസ്. അദ്ദേഹത്തിന് ഒട്ടും വിശ്വാസമില്ല. എല്ലാവരും പറഞ്ഞു യേശു ഉയർത്തും, ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമാച്ചൻ പറയുകയാണ്, അവന്റെ വിലാപ്പുറത്ത് കൈയിടാതെ, അവന്റെ കയ്യിലെ ആണിപ്പാട് കാണാതെ ഞാൻ അവനെ വിശ്വസിക്കത്തില്ലേ എന്ന് പറഞ്ഞു. ആ തോമാസിന്റെ അടുക്കൽ യേശു വന്നിട്ട് കൈ അങ്ങോട്ട് നീട്ടിയിട്ട് പറഞ്ഞു, തോമാസേ, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി ഈ മുറിപ്പാടൊന്ന് കണ്ടാട്ട്. എന്താണ് യേശുവിന്റെ കരത്തിന്റെ പ്രത്യേകത? മുറിപ്പാടുകളുള്ള കരമാണ് യേശുവിന്റെ കരം. എന്തിനു വേണ്ടി മുറിവേറ്റെന്നറിയാമോ? പ്രവാചകനായ യെശയ്യാവ് പറയുന്നു 53-ാം അധ്യായം, നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നു, നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റുമിരുന്നു. ദൈവം അവനെ ശിക്ഷിച്ചു. പാപത്തിനുള്ള ശിക്ഷ യേശുവിന്റെ ശരീരത്തിന്മേലായി. യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കിയാൽ 3 ആണികളിൽ മേൽ തൂക്കപ്പെട്ടവൻ, തലമുൾക്കിരീടത്താൽ അടിക്കപ്പെട്ടവൻ, പുറം നീളത്തിൽ അടിച്ചു കീറപ്പെട്ടവൻ, വിലാപ്പുറം കുന്നത്താൽ തുളയ്ക്കപ്പെട്ടവൻ, മുഖമെല്ലാം വലിച്ചു പറിച്ച് ചോരയൊഴുക്കുന്നവനായി. യേശുവിന്റെ കൈ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ആണിപ്പാടുകളുള്ള കരമാകുന്നു. അവന്റെ കരമെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ആണിയേറ്റ കരമാ. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയ അസംഖ്യമായ പാപത്തിന്റെ പെരുപ്പ നിമിത്തം നരകം നിന്നെ വിഴുങ്ങുവാൻ വാവിളർന്ന് നിൽക്കുമ്പോൾ യേശുവിന്റെ കരം കണ്ടാൽ പാപവും പിശാചും നിന്നെ വിട്ടോടിപ്പോകും. നമ്മൾ ഈ ടോൾ ബൂത്തിലേക്ക് ചെല്ലുമ്പോഴേ ടോൾ ബൂത്തിൽ ചെല്ലുമ്പോൾ ടോൾ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അങ്ങോട്ട് പോകും 15 രൂപ ടിക്കറ്റ്, ഇങ്ങോട്ട് വരും 15 രൂപ ടിക്കറ്റ്. എന്നാൽ സർക്കാർ സർവീസിലൊക്കെ ചെയ്യുന്നവര്, പ്രത്യേകിച്ച് ഡിഫൻസിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഗവൺമെന്റ് അവർക്ക് കൊടുത്തൊരു കാർഡുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത സമയത്ത് ഞങ്ങൾ ഒരിക്കൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എറണാകുളത്ത് അരൂരുള്ള ടോളിലേക്ക് വന്നു. 2 സൈഡിലും 35 രൂപ 30 രൂപ കൊണ്ട് അത്രയും റേറ്റ് ഉണ്ട്. ഞാൻ പൈസ എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു മിലിറ്ററിക്കാരൻ വണ്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം ആ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് ഇങ്ങനെ കാണിച്ചു. അദ്ദേഹം പൊക്കോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. സാത്താന്റെ മുൻപാകെ യേശുവിന്റെ തുളയ്ക്കപ്പെട്ട കരം കാണിച്ചാൽ മതി, ഒരു ദൈവമക്കളെയും ശത്രു തടയുകയില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഓർപ്പിച്ചതാണ്, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ കരം, ആ കരമൊന്ന് തുറന്നാൽ ജീവനുള്ളതൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി പ്രാപിക്കുന്നു. യേശുവിന്റെ കരം മുറിവേറ്റ കരമാണ്. എന്തിന്? നിനക്ക് വേണ്ടി അല്ല, എനിക്ക് വേണ്ടി അല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ലോകത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, നല്ല ദേശനിവാസികളെ നിങ്ങൾക്ക് വേണ്ടി ആ കരം മുറിവേറ്റ കരമാ. ഇന്ന് രാത്രിയിലും ആ കരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ വാർന്നൊഴുകുക. നിന്റെ പാപത്തിന്റെ കറകളെ കഴുകുവാൻ, നിന്നെ ശുദ്ധീകരിപ്പാൻ ആ രക്തം സർവശക്തിയുള്ളതാകുന്നു. ആ രക്തത്തിന് നിന്നെ ബലപ്പെടുത്തുവാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന് നിന്നെ ശുദ്ധീകരിപ്പാൻ ശക്തിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 50-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 24-ാം അധ്യായം 50-ാമത്തെ വാക്യം. അനന്തരം അവരെ യേശു ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. അടുത്തത്, കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. യേശു അവസാനമായി ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് ചെയ്തൊരു പ്രവൃത്തി അതായി. അവൻ കൈകൾ ഉയർത്തി ശരീരത്തോടെ അവരോടുകൂടെ ഇരുന്നപ്പോൾ അവരോടുകൂടെ ഇരുന്ന് അവസാനമായി ചെയ്ത പ്രവൃത്തി, കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുകയിൽ അവന്റെ കാൽപാദങ്ങൾ ഒലിവുമലയെ വിട്ട് ഉയർന്നു പോകും. ഇന്ന് രാത്രിയിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ കരം നമ്മുടെ മധ്യേ നിൽക്കുകയാണ്. അത് അനുഗ്രഹത്തിന്റെ കരമാണ്. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ആരംഭത്തിൽ ദൈവദാസൻ ഓർപ്പിച്ചത് നാം കേട്ടല്ലോ. ജീവിതത്തിന് സമൂലമായ മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന്, ദൈവവചനത്തിനേ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ കരം തുറക്കപ്പെട്ടിരിക്കുകയാണ്. തമ്പുരാൻ ആ കരമൊന്ന് തുറന്നാൽ, ആ കരമൊന്ന് കൂട്ടിയടയ്ക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല. അതാണ് നാം വായിച്ചത്. അവൻ തുറന്നാൽ ആരും അടക്കില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കാണുന്നു, യേശുവിന്റെ തുറക്കപ്പെട്ട കരം നമ്മുടെ മധ്യേ ഉണ്ട്. ആ കരം ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ സ്പർശിക്കാൻ പോകുന്നു. ആ കരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആണികൾ തുളഞ്ഞു കയറിയ പാട്, അവിടെ ഒന്നൊഴുകുന്ന രക്തത്തെ നിനക്ക് കാണാം. നിന്റെ പാപത്തിന്റെ കറകളെല്ലാം തുടച്ചു മായിച്ച് നിന്നെ ഒരു വിശുദ്ധനാക്കുവാൻ ആ രക്തത്തിന് ശക്തിയുണ്ട്. അത് മാത്രമല്ല, ആ കരമൊന്ന് തുറന്നാലുണ്ടല്ലോ, ആ കരം തുറന്നാൽ ആരും അത് അടയ്ക്കുകയില്ല. സകലർക്കും തൃപ്തി ഉണ്ടാകും. നമ്മുടെ കരം കാണാൻ തുറന്നാൽ ആർക്കാ തൃപ്തി ഉണ്ടാകുന്നത്? ഇനിയും കരം തുറന്നു വല്ലതും കൊടുത്താൽ പോലും അതുകൊണ്ടും തൃപ്തിയില്ലാത്ത ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര കൊടുത്താലും തൃപ്തിയില്ലാത്ത ആളുകൾ
ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കൂ. അത് മനുഷ്യ സഹജം, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനാണോ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടത്തില്ല. എന്നാൽ ദൈവത്തിന്റെ കരം എന്താ? അവന്റെ കരത്തിന്റെ പ്രത്യേകത എന്ന് പറയാമോ? സപ്തസാഗരങ്ങളിലെ മുഴുവൻ വെള്ളത്തെയും സമുദ്രത്തിലെ മുഴുവൻ വെള്ളവും അവന്റെ കൈ കൊണ്ട് അളന്നെടുക്കുവാൻ കഴിവുള്ള അവന്റെ കരം എത്ര അത്ഭുതമാ! ഭൂമിയിലെ പൊടി മുഴുവൻ ഒരു നാഴിയിലെടുത്ത് അവന്റെ കൈമേൽ വെപ്പാൻ കഴിയുന്നവൻ. നിങ്ങളുടെ കൈയുടെ വലിപ്പവും നടന്നു നോക്കി എത്ര പേർക്കുണ്ട്? ഒരു 7 കോഴിമുട്ട ഒന്നിച്ച് ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ അത് ഓംലെറ്റ് ആക്കി തരാം. ആരെ കൊണ്ടും പറ്റുകയില്ല. 3 എടുക്കുമ്പോൾ 2 വിളിച്ചാടിപ്പോകും. ആരെ കൊണ്ടും വീട്ടിൽ ചെന്നൊന്ന് പരിശോധിച്ച് നോക്കിക്കോ. എന്നാൽ ദൈവത്തിന്റെ കരം ഭൂമിയിലെ പൊടി മുഴുവൻ ഒരു ഒറ്റ നാഴിയിൽ കൊള്ളിക്കണമെങ്കിൽ ആ നാഴിയുടെ വലിപ്പം എത്ര ടണ്ണായിരിക്കും, എത്ര ലിറ്റർ ആയിരിക്കും, എത്ര ക്യൂബിക് ആയിരിക്കും? ആർക്കെങ്കിലും അളക്കാൻ കഴിയുമോ? ഭൂലോകത്തെ മുഴുവൻ കൈമേൽ വഹിക്കുന്നവൻ നീ ഒരു ചെറിയ മനുഷ്യനല്ലേ? നിന്റെ ആവശ്യം എത്ര ചെറുതാ സ്നേഹിത. ആ കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കും. സ്തോത്രം. ഈ രാത്രി വേളയിൽ യേശുവിന്റെ കരം നമ്മുടെ മധ്യ ഉയർന്നു. കണ്ണുകളെ മൂടിയാട്ട്, കണ്ണുകളെ മൂടിയാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട കരം കണ്ടുകൊണ്ട് വേണം ദൈവമക്കളോട് പോകുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ പരാജയം കൊണ്ട് തലയും കൈയും താഴ്ത്തിയ അവസരങ്ങളിൽ ഇന്ന് രാത്രിയിൽ യേശു നിനക്കൊരു ജയം കൽപ്പിക്കുകയാ. ശത്രുവിനെ നിന്നെ ജയിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകളെ അടച്ച് മുഴങ്കാലുകൾ മടക്കിയാട്ട്. ആ കൈകളിലേക്ക് സൂക്ഷിച്ചു നോക്കൂ, ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. നിനക്ക് വേണ്ടതൊക്കെ തരുവാൻ ഇന്ന് രാത്രി സൗഖ്യമാണോ ആഗ്രഹം? ഇന്ന് രാത്രി ഇതാ അവന്റെ കരം ഉയർന്നു നിൽക്കുന്നു. ആ അനുഗ്രഹം നിനക്ക് സൗഖ്യമായി വരട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ മാനസാന്തരമാണോ ഇന്ന് രാത്രി? ഉയർന്ന കരത്തിൽ നിന്ന് അതൊരു അനുഗ്രഹമായി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ കടഭാരമാണോ ഇന്ന് രാത്രി? ആ കരത്തിൽ നിന്ന് ആ നന്മ നിന്റെ വീട്ടിലേക്ക് വരികയാ. അതൊക്കെ ഭൗതികം. എന്നാൽ നിന്നെ ഒരു വിശുദ്ധനാക്കുവാൻ, നിന്റെ പാപവഴികളെ വിട്ട് നിന്നെ ഒരു നിർമ്മലനാക്കുവാൻ, ഒരു നീതിമാനാക്കുവാൻ ഇന്ന് രാത്രി ആ കരം ഉയർന്നു നിൽക്കുന്നത്. കണ്ണുകളെ മൂടിയാട്ട്. എനിക്കൊരു നീതിമാനും വിശുദ്ധനുമായി ദൈവം മുൻപാകെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം മുഴങ്കാലുകളെ മടക്കിയാട്ട്. ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ആരും ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവേ, കരയുന്നവനാക്കി എന്നെ മാറ്റണമേ, നിലവിളിക്കുന്നവരാക്കി എന്നെ മാറ്റണമേ, ഒരു നീതിമാനാക്കണമേ, ഒരു വിശുദ്ധനാക്കണമേ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഇന്ന് രാത്രി കർത്താവ് ഒരു മൊർദെഖായിയെ കാണുന്നു, ഒരു മൊർദെഖായിയെ കാണുന്നു. ഇന്ന് രാത്രി നിന്റെ നിലവിളിക്ക് കർത്താവ് വിരാമമിടുകയാ. നിന്റെ കഷ്ടതയ്ക്ക് ഇന്ന് രാത്രി കർത്താവ് ഒരു അറുതി വരുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രി ഇപ്പോൾ ആരും മൗനമായിരിക്കരുത്. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആർത്ത് സ്തുതിക്കണം. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കണം. കരയാൻ പറ്റുന്നവര് കരഞ്ഞുകൊള്ളുക. നിലവിളിക്കാൻ പറ്റുന്നവര്, ഞാൻ പറയുകയാണ്, ഞാൻ ശുപാർശ ചെയ്യുക, ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കാൻ പറ്റുന്നവരുണ്ടോ? ഒന്ന് കരയുവി. ഇന്ന് രാത്രി കരച്ചിലിന്റെ ശബ്ദം ഇവിടെ കേൾക്കട്ടെ. രക്ഷകൻ ഇറങ്ങി വരട്ടെ. നല്ലിലായ രക്ഷിപ്പാൻ, ഈ ദേശത്തെ വീണ്ടെടുപ്പാൻ യേശു ഇറങ്ങി വരട്ടെ നമ്മുടെ മധ്യേ. ഇതാ അവൻ കൈകൾ ഉയർത്തി നിൽക്കുകയാ. ആ കൈകളിൽ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരട്ടെ. ആരും മൗനമായിരിക്കരുത്. ദയവായി ആരും മൗനമായിരിക്കല്ലേ. വെളിയിൽ നിൽക്കുന്നവർ മൗനമായി നിൽക്കല്ലേ. കസാരയിൽ നിന്നിരിക്കുന്നവർ മൗനമായിരിക്കല്ലേ. അല്പസമയം ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശു നമ്മുടെ മധ്യേ ഉണ്ട്. അവന്റെ കരം ഇതാ ഉയർന്നു നിൽക്കുന്നു. ആ കരം ഇന്ന് രാത്രി ചിലരെ സ്പർശിക്കാൻ പോകുന്നു. സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും അതോടുകൂടെ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാ. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിലവിളിയുടെ ശബ്ദം ഇവിടെ മുഴങ്ങിക്കേട്ട യേശു ഇന്ന് രാത്രി അത്ഭുതം ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. ഒരു നിലവിളി ഇവിടെ കേട്ട എന്റെ യേശു ഇന്ന് രാത്രി ഇവിടെ ഒരു അത്ഭുതം ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. എന്നാൽ നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്, അവൻ ബലവാനാണ്, അവൻ മഹാനാണ്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താന്റെ ശക്തി ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ചിലരുടെ ഹൃദയത്തിൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ സാത്താൻ കുത്തി നിറയ്ക്കുകയാ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുക, കർത്താവിന്റെ വേലക്കാർ ഒരു നിമിഷം ചേർന്ന് ആ അന്ധകാര ശക്തിയെ ഒന്ന് ശാസിക്കാമോ? എല്ലാ കർത്തൃ ശുശ്രൂഷകരും ചേർന്ന് ആ അന്ധകാരത്തെ ഒന്ന് ശാസിക്കാമോ? നമ്മുടെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തുനിന്ന് ഒരാളെങ്കിലും രക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്. ശത്രു ഇന്ന് രാത്രി തോറ്റുപോകണം. നമ്മുടെ യേശു ജയിക്കണം. കാൽവറി ജയിക്കട്ടെ. പാതാളം തോറ്റുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന്റെ ശക്തികൾ ഇന്ന് രാത്രി ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയുവീൻ. ദുഷ്ടൻ പരാജയപ്പെടട്ടെ. നമ്മുടെ യേശു ജയിക്കട്ടെ. പ്രിയ സഹോദരി, യേശു നിന്നിലൂടെ ജയിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിൽ കർത്താവ് ഒരു ജയത്തിന്റെ കൊടി ഇന്ന് രാത്രി ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുകയാണ്. കർത്താവിന്റെ കരമിതാ, ഉയർത്തപ്പെട്ട കരം ചിലരുടെ മേൽ വീണിരിക്കുകയാണ്. നീ ഇനി രോഗിയെന്ന് പറയരുത്.
നീ ഇനി ഭാരമുള്ളവനെന്ന് പറയരുത്, നീ തളർന്നവനെന്ന് പറയരുത്. ഇല്ല, കർത്താവ് നിന്നെ തൊട്ടിട്ടുണ്ട്. ഉയർത്തപ്പെട്ട കരം നിന്നെ താങ്ങി പിടിച്ചിരിക്കുകയാ. പ്രിയ ദൈവവൈതലേ, നിന്റെ വേദനകൾ കർത്താവ് തന്റെ കരത്തിൽ ചുമന്നിരിക്കുകയാ. കണ്ണുനീരൊഴുക്കുവേ, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിപ്പി. നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ നല്ലിലാ വേല ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ ആത്മാക്കൾ എഴുന്നേറ്റ് വരട്ടെ. കരയുന്ന ദൈവമക്കളുണ്ടോ? ആ ദേശം അനുഗ്രഹിക്കപ്പെടും. അത്ഭുതത്തിന്റെ രാത്രിയായി തീരട്ടെ. ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം ചെയ്യുന്ന രാത്രിയാകട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവജനമാണെന്ന്. ശത്രു നമ്മെ ജയിക്കരുത്, സാത്താൻ നമ്മെ ജയിക്കരുത്. നിങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ യേശുവിന്റെ രക്തം എന്നെ മുദ്രയിട്ടതാൽ, രക്തം എന്നെ മുദ്രയിട്ടതാൽ ശത്രുവേ നിനക്ക് എന്റെ മേൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ